വെരി ഗുഡ് മോർണിംഗ്. മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇന്ന് നമ്മുടെ ഗൈഡഡ് ടോക്കിൻ്റെ 280th ഡേ ആണ്. പിന്നെ ഒരു 19 ഗൈഡഡ് ടോക്ക് കൂടി കഴിഞ്ഞാൽ നമ്മൾ അന്ന് അനൗൺസ് ചെയ്ത പോലെ 300ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പം 300th ഗൈഡഡ് ടോക്ക് ഒരു ഗ്രാൻഡ് ഇവൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് പേര് എൻറോൾ ചെയ്തെന്ന് പറഞ്ഞു. ഇനിയും എൻറോൾ ചെയ്യാൻ ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി നോക്കാമെന്നൊന്ന് ഉണർത്താണ്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിലേക്ക് നമുക്ക് വരാം. ഗൈഡ് ടോക്കിൽ ഫ്രഷേഴ്സ് ആയിട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൾറെഡി അറിയായിരിക്കും, ഗൈഡ് ടോക്ക് ഒരു ജസ്റ്റ് ഒരു സെഷൻ അല്ല, ഒരു എന്താ പറയുക, ഒരു ക്ലാസ് മാത്രമല്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ സെഷനിലൂടെയും ക്രിയേറ്റീവ് ആക്ടിവിറ്റിയിലൂടെയും സെൽഫ് റിഫ്ലക്ഷനിലൂടെ ഒക്കെ തന്നെ മെഡിറ്റേറ്റീവ് പ്രോസസ്സിലൂടെ ഒക്കെ തന്നെ നമ്മുടെ എനർജിയെ കൂടി റീസെറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പം കഴിഞ്ഞ പല വീക്കുകളിലായിട്ട് ആ ഒരു പ്രൊസീജിയറിലൂടെ പോയതുകൊണ്ട് GTന്ന് ഒരുപാട് ലൈവ് റിസൾട്ടുകൾ, ലൈവ് ഇമ്പാക്റ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മൈൻഡ്, ബോഡി, അതുപോലെ തന്നെ നമുക്കൊരു എനർജി ഉണ്ട്. ഇത് മൂന്നും പരിഗണിക്കുന്ന ഒരു ആസ്പെക്ട്സിലാണ് പലപ്പോഴും ഗൈഡ് ടോക്കിനെ നമ്മൾ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് വർക്കാവുന്നതെന്നൊക്കെ പല സെഷൻസിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇന്ന് അതിലേക്കൊന്നും പോകുന്നില്ല. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തന്നിരുന്നു അല്ലേ? അപ്പോൾ നമ്മളൊരു ഐസ്ബർഗിൻ്റെ മോഡലിലാണ് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും ഇന്ന് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ ഈ ഐസ്ബർഗ് പല മേഖലകളിൽ പല രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മളതിനെ പ്രസൻറ്റ് ചെയ്ത് നമ്മളുടെ തന്നെ സെൽഫിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടാണ്. നമുക്കെപ്പോഴും മുന്നോട്ട് പോകണമെങ്കിൽ, ഏതൊരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഓഡിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മളെ ഓഡിറ്റ് ചെയ്യാൻ മറന്നു പോയാലുള്ള ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നാട്ടുകാരെല്ലാവരും കൂടി ഓഡിറ്റ് ചെയ്തിട്ട് മിക്കവാറും നമ്മളെ നടു ഓടിച്ചു തരും. നമ്മളെ വീട്ടുകാരെ നമ്മൾ ഓഡിറ്റ് ചെയ്യും, ഭാര്യ നമ്മൾ ഓഡിറ്റ് ചെയ്യും, മക്കൾ നമ്മൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അയൽവാസികൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എവിടെയൊക്കെ പോകുന്നു അവിടെയുള്ളവരൊക്കെ നമ്മൾ ഓഡിറ്റ് ചെയ്യും. അവരവരുടേതായ കണ്ണിലൂടെ മനസ്സിലാക്കി നമ്മളെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് പബ്ലിക്കിൽ നിന്നും അവരുടെ ഓഡിറ്റിംഗ് ആവശ്യമാണ്, ക്രിറ്റിസിസം ആവശ്യമാണ്, അനാലിസിസ് ആവശ്യമാണ്, ഒക്കെ ആവശ്യമാണ്. പക്ഷെ ഇത് വാങ്ങിക്കുമ്പം നമുക്ക് നമ്മുടേതായ ഒരു ധാരണ നമ്മളെ കുറിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ബ്ലൈൻഡായി പോകും. ഒരുപാട് ആൾക്കാർ ഒന്നുമാകാതെ പോകാനുള്ള പ്രധാന കാരണം, മറ്റുള്ളവർ അവരെക്കുറിച്ച് ഓഡിറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പം ഞാൻ എത്രത്തോളം എന്നെ മനസ്സിലാക്കി എന്നുള്ളത് അറിയാൻ അവർ മറന്നുപോയി. മറ്റുള്ള അഭിപ്രായങ്ങൾ കേൾക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് 2 കാത് തന്നത് കൂടുതൽ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ 2 കണ്ണ് തന്നതും കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ കണ്ണും കാതും ഒക്കെ പ്രോസസ്സ് ചെയ്യണത് നമുക്കൊരു ബ്രെയിൻ ഉണ്ട്, ഒരു മസ്തിഷ്കമുണ്ട്. ഇതിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് കേട്ടതും കണ്ടതൊക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, അതിനെ ഫിൽട്ടർ ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ, ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും പ്രശ്നം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ബ്രെയിന് സ്വമേധയാ ഫിൽട്ടർ ചെയ്യാൻ നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് വേറെ ആരൊക്കെയോ ആണ് നമ്മുടെ അകത്തിരുന്ന് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം. അപ്പം നമ്മളെ അറിയുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിലേക്ക് നമ്മൾ ഇന്ന് ചെയ്ത ആക്ടിവിറ്റി ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് അതാണ് നമ്മുടെ ചർച്ച. എന്താണ് സെൽഫ് ഓഡിറ്റിങ്ങിൻ്റെ, സെൽഫ് റിഫ്ലക്ഷൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. നോക്കിയാൽ നമ്മൾ ഇന്നൊരു ഐസ്ബർഗ് വരച്ചു അല്ലേ? നമ്മൾ ഈ ടൈറ്റാനിക്കിൻ്റെ കഥ പറയുമ്പോഴാണ് ഐസ്ബർഗ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയത്. ഈ ഐസ്ബർഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് നൊസ്റ്റാൾജി ആയിട്ട് മൈൻഡിലേക്ക് വരെ ടൈറ്റാനിക്കാണ്. കാരണം ടൈറ്റാനിക്ക് പോയിട്ട് ഐസ്ബർഗിൽ ഇടിച്ചു എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാപ്റ്റൻ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് ചെറിയൊരു മലയായിട്ടാണ് തോന്നിയത്. ചെറിയൊരു പീസ്, അത്രയേ ഉള്ളൂ, ഒരു ടിപ്പേ കാണുന്നുള്ളൂ. അപ്പോൾ അവരതിനെ തെറ്റിദ്ധരിച്ചു, ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇത് ചെറിയൊരു ഐസ്ബർഗ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്ക് ക്രോസ് ചെയ്ത് പോകാമെന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷെ അതിൽ പോയി ഇടിച്ചപ്പോൾ ഞാൻ മനസ്സിലായത് ഇതിൻ്റെ താഴോട്ട് വലിയൊരു വിശാലത കിടക്കുന്നുണ്ട് എന്നുള്ളത്. പല പഠനങ്ങളും പറയുന്നത്, നമ്മൾ ഭൂമിയിൽ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഹിമാലയ, മൗണ്ട് എവറസ്റ്റ് ഒക്കെ ആണല്ലോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ്. എന്നാൽ അതിനേക്കാളും ഇരട്ടി വലിപ്പമുള്ള പർവ്വതങ്ങൾ കടലിലുണ്ടെന്നാണ് പറയുന്നത്. അത് അടിയിലേക്ക് താഴ്ന്ന് കിടക്കുകയാണ്. ഇപ്പോൾ ഭൂമിയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഈ ഭൂമിയെ തന്നെ നമ്മൾ നിരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പടച്ചവൻ, ഇത് സൃഷ്ടിച്ചവൻ നമുക്ക് വലിയൊരു മെസ്സേജ് തന്നെയുണ്ട്. നിങ്ങൾ ഈ ഉപരിതലത്തിലിരുന്നിട്ട്, ഈ പുറമേ ഇങ്ങനെ ഇരുന്നിട്ട് കാണുന്നത് മാത്രം കണ്ടിട്ട് ഇതാണ് ലോകം എന്ന് തെറ്റിദ്ധരിക്കരുത്. പുറമേ നിങ്ങൾ വലിയൊരു പർവ്വതം കാണാം, എന്നിട്ട് നിങ്ങൾ പറയാം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതം. അല്ല, നിങ്ങളൊന്ന് താഴോട്ട് കൂടി നോക്കണം, നിങ്ങളൊന്ന് അടിയിലേക്ക് കൂടി നോക്കണം. അടിയിലേക്ക് നോക്കുമ്പം നിങ്ങൾ പുറത്ത് കണ്ടതിനേക്കാളും ഇരട്ടി വലിപ്പമുള്ളത് ഞാൻ അടിയിൽ സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലൂടെ എന്താണ് ഇതൊക്കെ സംവിധാനിച്ചവൻ നമ്മളോട് പറയുന്നത്? നിങ്ങൾ ഈ ലോകത്തെ പ്രത്യക്ഷത്തിൽ ഈ 2 കണ്ണുകൊണ്ട് ഇങ്ങനെ മാത്രം കണ്ടു തീർക്കരുത്. നിങ്ങളുടെ മക്കളിൽ ഒരു കുറവ് കാണുമ്പോൾ ഞാനിതാ കുറവ് കാണുന്നു, ഇവൻ പ്രശ്നക്കാരനാ, അങ്ങനെ കണ്ടു തീർക്കരുത്. അതിൻ്റെ താഴോട്ട് കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ളവരുടെ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ, ഞാൻ കണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കിയല്ലോ, ഇങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ
എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു റിയാലിറ്റിയാണ്. പക്ഷെ അതോടുകൂടി നിങ്ങൾ അതിനെ കൺക്ലൂഡ് ചെയ്യരുത് എന്നുള്ള വലിയൊരു പാഠം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കാറുണ്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്നത് അല്ലേ ചെടികളാണ്, മരങ്ങളാണ്. അപ്പോൾ നമ്മൾ മരം വെച്ച് പിടിപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഭൂമിയിലേക്ക് വേണ്ട, മനുഷ്യന് ശ്വസിക്കാൻ വേണ്ട ഏറ്റവും കൂടുതൽ വായു ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പുറത്തുള്ള വൃക്ഷങ്ങളല്ല, സസ്യലതാദികളല്ല, കടലിൻ്റെ അടിയിലുള്ള ചെടികളാണ്. പുറത്ത് കാണുന്നതിനേക്കാളും എത്രയോ വൈവിധ്യമായ, ഇന്നും നമ്മൾ കണ്ടെത്താത്ത അത്രയും വൈവിധ്യമായിട്ടുള്ള ചെടികൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാത്ത വെള്ളത്തിൻ്റെ അടിയിലാണെന്നുള്ള. ഇതിലൂടെയൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, മനുഷ്യനോട് ആഴത്തിലേക്ക്, നീ പുറത്ത് കാണുന്നതിലേക്ക് മാത്രം നോക്കാതെ അകത്തേക്ക് താഴോട്ട് ചിന്തിക്കാൻ നമ്മളെ സൃഷ്ടിച്ചവൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, ഇവിടെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഇന്ന് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ്. നമ്മൾ നമ്മുടെ ലൈഫിന് ഇങ്ങനെ പുറമേ നിന്ന് നോക്കുന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ താഴോട്ടുള്ള വിശാലമായ ഐസ്ബർഗിൻ്റെ ടിപ്പിൽ നിന്ന് നോക്കാതെ താഴോട്ട് നോക്കുമ്പോൾ മാത്രമേ ആക്ച്വലി അതിൻ്റെ അകത്ത് എന്തൊക്കെ വൈവിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ പല ആളുകൾക്കും പല തരത്തിലുള്ള സ്വഭാവങ്ങളായിരിക്കും. നമുക്ക് നമ്മളെ തന്നെ നോക്കിയാൽ അറിയാം, നമുക്കൊരു പബ്ലിക് ലൈഫുണ്ട്, ഒരു പ്രൈവറ്റ് ലൈഫുണ്ട്, അതിൻ്റെ അകത്തൊരു പേഴ്സണൽ ലൈഫുണ്ട്. പബ്ലിക് ലൈഫ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് മാത്രം നമ്മൾ പബ്ലിക്കിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ലൈഫാണ്, നമ്മുടെ ഒരു സെൽഫാണ് അല്ലേ. അതേ സമയത്ത് പ്രൈവറ്റ് എന്ന് പറയുമ്പം നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു സെൽഫാണ് പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്കും ചിലപ്പം കാണിച്ചു കൊടുക്കാത്ത, ഒരു പക്ഷേ നമ്മൾക്കും അറിയാത്തത്, ഇതാ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ. അത് ഡീപ്പാണ്, നമ്മുടെ ഉള്ളോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നതാണ്. നമ്മൾ വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ആളുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം നമ്മൾ നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെന്ന് തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും ഞാൻ എന്താണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ വിശ്വസിച്ച് ഉറപ്പിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ് വർത്തി എന്ന് തോന്നിയിട്ടുള്ള കുറേ ആളുകൾ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്ത് തന്നതിൻ്റെ ആകെത്തുകയാണ് നിങ്ങൾ എന്തെന്നുള്ളത്. ശരിയാണോ? അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ എന്താണ് എന്ന് ഇന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, നമ്മൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് നമ്മൾ വെറുതെ ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളെ ചെറിയ പ്രായം മുതലേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ഫീൽ ചെയ്ത കുറേ ആൾക്കാരുണ്ട്, ട്രസ്റ്റ് ഫീൽ ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ഇവരിൽ നിന്നും പ്രതിഫലിച്ച് കിട്ടിയ ഒരു നിങ്ങളുണ്ട്. ആ നിങ്ങളുടെ ആകെത്തുകയാണ് നിങ്ങളിന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഞാൻ, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്നൊക്കെയുള്ള നിങ്ങളുടെ കൺക്ലൂഷൻ അതിൽ നിന്നും വന്നിട്ടുള്ളതെന്നുള്ള. എന്നാൽ ചില സമയത്ത് നമ്മുടെ വലിയ ട്രാൻസ്ഫോർമേഷൻ, ചിലപ്പോൾ നമ്മുടെ പരിവർത്തനമൊക്കെ നടക്കണേ. നിങ്ങൾക്ക് പരിവർത്തനം വേണ്ടേ, ഒരു മാറ്റം? എല്ലാവർക്കും അതുകൊണ്ടല്ല രാവിലെ വന്നിരിക്കുന്നത് അല്ലേ. ഇപ്പം എനിക്ക് തന്നെ അനുഭവം ഉണ്ട്. ചില ആൾക്കാർ, നമ്മളിവിടെ ആരും കടിച്ച് തിന്നാനൊന്നും പോണില്ല, എങ്കിൽ കൂടി ഇവിടെയൊക്കെ ചില ആൾക്കാർ വരുമ്പം നമ്മൾ അവർക്കുള്ളിൽ തന്നെയുള്ള, അവർ ഇന്നേ വരെ കാണാത്ത അവരുടെ ചില വേർഷൻസ് ഓപ്പൺ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. ചിലപ്പോൾ അവർക്ക് വിശ്വസിക്കാനേ പറ്റില്ല, ഇത് ഞാനൊന്നുമല്ല, എൻ്റെ ഉള്ളിൽ ഇങ്ങനെയോ എന്നൊക്കെ ചിന്ത വരുമ്പോഴാണ് നമ്മൾ ഇന്നേ വരെ തുറക്കാത്ത ചില വാതിലുകൾ നമ്മുടെ അകത്തുണ്ട്. അത് തുറക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഷാഡോ സെൽഫ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഏറ്റവും വലിയ യുദ്ധം സ്വയത്തെ കീഴടക്കലാണ്. സ്വയത്തെ കീഴടക്കാനുള്ള യുദ്ധം എന്ന് പറയുമ്പം നമ്മൾ ഇന്നേ വരെ കാണാത്ത, നമ്മൾ ഇന്നേ വരെ അനുഭവിക്കാത്ത, നമ്മൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ചില വേർഷൻസ് ഓഫ് അവർ സെൽഫ് ഇങ്ങനെ റിവീൽ ചെയ്ത് വരാമെന്നുള്ളതാണ്. പല ആളുകൾക്കും ആ വാതിൽ തുറക്കാൻ ഭയങ്കര പേടിയായിരിക്കും. ഇപ്പം ഞാൻ ചില ആൾക്കാരോട് പറയും, നിങ്ങൾ പ്രൈവറ്റിലും പബ്ലിക്കിലും ജീവിക്കുന്നവരാണ്, നിങ്ങൾ ഇന്നേ വരെ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് പോയി നോക്കിയിട്ടേ ഇല്ല. ആ പേഴ്സണൽ സ്പേസ് നിങ്ങൾ പോയി നോക്കുന്നില്ല എന്നതിൻ്റെ കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണത്തിൽപ്പെട്ട ഒന്നാണ് അവർക്ക് അവരോടൊപ്പം ഇരിക്കാൻ ഇഷ്ടമില്ല. ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറടിയാണ്. ചില ആൾക്കാർ പറയും എനിക്ക് ഒറ്റയ്ക്കാവുന്നത് പേടിയാണ്. ദാറ്റ് മീൻസ് എനിക്ക് എന്നോടൊപ്പം ഇരിക്കൽ ഇഷ്ടമില്ല. ഞാൻ ചോദിക്കാറുണ്ട്, എന്നോടൊപ്പം ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് പഠിച്ചവൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റുക? പഠിച്ചവൻ പറയണ്ടേ നിങ്ങൾ കൂട്ടം കുടുംബമൊക്കെ എല്ലാവരും ഒന്നിച്ച് വരുന്നതാണോ പറയണേ? നിങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ കൂടി കൂട്ടത്തിലിരിക്കുമ്പോഴും നമ്മൾ തനിച്ചായിരിക്കണം. നമ്മൾ ഭയങ്കര പേഴ്സണൽ ലവിലായിരിക്കണം ഇരിക്കേണ്ടത്. അപ്പോൾ അവനവനോടൊപ്പം തന്നെ ഇരിക്കാനൊരു ഭയം. അതിന് വേറൊരു വേർഷൻ, നമുക്കുള്ളിൽ ആ ഡീപ്പ് പേഴ്സണൽ വേർഷൻസ്, ആ ഷാഡോ പാർട്ട് ഓപ്പൺ ചെയ്യാൻ ഭയമുള്ള ആൾക്കാരെ എപ്പോഴും പുറത്തെന്തൊക്കെയോ കാണിച്ച് അഭിനയിക്കായിരിക്കും. പക്ഷെ അവർക്ക് തോന്നുപോലും ഇല്ല അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോൾ ട്രാൻസ്ഫോർമേഷന്, അവേക്കണിങ് ഒക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ അറിയാതെ തെറ്റിദ്ധാരണയിലൂടെ മനസ്സിലാക്കി വെച്ച നമ്മുടെ പല ഫോൾസ് സെൽഫുകളും നമുക്കെടുത്ത് കളയേണ്ടി വരും. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക എന്താണ് ട്രൂ ആവുക എന്ന് പറഞ്ഞാൽ.
നമ്മൾ പല ആൾക്കാരും മനസ്സിലാക്കി വെച്ചത് ട്രൂ ആവാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് സർക്കിളിലുള്ള കുറേ ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്ന വേർഷൻ എന്തോ അതിൽ തന്നെ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ട്രൂ ആവാന്നുള്ളതാണ്. അതല്ല, എക്സാമ്പിൾ ഞാൻ ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദ ഇൻറ്റൻഷൻ എന്നുള്ള സെഷൻ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര സൗമ്യതയായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര വിനീതനാവുക എന്നൊക്കെ പറയല്ലോ, ഭയങ്കര എന്താ പറയുക ഹമ്പിൾ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ആക്ച്വലി ഇവരെ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് അവർ ഭയങ്കര ഹമ്പിളാണ്, പക്ഷെ അവരെ ഹമ്പിളാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അവരുടെ ഉള്ളിൽ അവർ ആക്ച്വലി ഹമ്പിൾ ആവണമെന്ന് താല്പര്യപ്പെട്ടവരായിരിക്കില്ല. അവർ ഇന്നേ വരെ അവർക്കുള്ളിൽ അതിനപ്പുറത്തേക്ക് പവറുള്ള ഒരാളുണ്ടെന്ന് അവർ അറിഞ്ഞിട്ടേ ഇല്ല. ചില സമയത്ത് ജീവിതം തന്നെ ആകെ പിടിച്ച് കുലുക്കിയിട്ട് അവർക്കുള്ളിലുള്ള ഹമ്പിൾനെസ്സിനപ്പുറത്തുള്ള കറേജ് പുറത്തെടുക്കാൻ ചില ചലഞ്ചസ് വരുമ്പോഴായിരിക്കും അവരറിയാം, എനിക്ക് ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നോ. അപ്പം അതുവരെ അവർ മനസ്സിലാക്കും, അപ്പോൾ ഇത്രയും കാലം ഞാൻ ജീവിച്ചത് കളവിലായിരുന്നോ, ഞാൻ ഇത്രയും കാലം എനിക്കൊന്നിനും പറ്റൂല, എനിക്ക് തീരെ സ്ട്രെങ്ത് ഇല്ല, ഞാനൊന്നിനും ഇല്ലാത്തൊരു ഇൻവേർട്ടറാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ചു പോയ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കേസ് സ്റ്റഡീസ് നമുക്ക് ഇവിടെ തന്നെ ഡെയിലി കാണാൻ പറ്റും. പല സക്സസ് സ്റ്റോറിയിലൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഈ പ്രൈവറ്റ് സർക്കിളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഫോൾസ് സെൽഫിലാണ് ജീവിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് തിരിച്ചറിയുമ്പോഴാണ് റിയൽ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പരിവർത്തനം എന്ന് പറയുന്നത് അകത്തേക്കുള്ള യാത്ര. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർ ലൈഫിൽ ഏതോ പോയിന്റിൽ സ്റ്റക്കായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ ചായയും പത്തിരിയും തിന്നാൻ ഇവിടെ ഏറ്റവും വരേണ്ട ആവശ്യമില്ല. അതിപ്പോൾ എല്ലായിടത്തും കിട്ടുമല്ലോ. ഇത്ര എഫേർട്ട് എടുത്തിട്ട് ആരും വരൂലല്ലോ എന്നുള്ളതാണ്. ഓൺലൈനിൽ ഞാൻ നോക്കുമ്പോൾ 400-ലേറെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ സ്റ്റക്കായിരിക്കും. ഏത് പോയിന്റിൽ സ്റ്റക്കായാലും ഞാൻ പറഞ്ഞു, നിങ്ങൾ ട്രൂ ആയിട്ട് ആ സ്റ്റക്നെസ് ക്ലിയർ ചെയ്യണം. വെളിച്ചത്തിലൂടെ, നൂറിലൂടെ, പ്രകാശത്തിലൂടെ നിങ്ങൾ ആ സ്റ്റക്നെസ് ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളോട്ട് നോക്കാൻ പഠിക്കണം. ഉള്ളിൻ്റെ ഉള്ളോട്ട് നോക്കുമ്പോൾ ആദ്യം നമുക്ക് ഇരുട്ടായിട്ടാണ് തോന്നാം, പക്ഷെ ആ ഇരുട്ടിൻ്റെ അകത്തൊരു പ്രകാശമുണ്ട്. എന്തിനാണ് നമുക്ക് ഇരുട്ട് കാണിച്ചു തരുന്നത്? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നീ അങ്ങോട്ട് തന്നെ നോക്കണം. ഒന്നും കാണാത്തതിലേക്ക് നോക്കിയിട്ട് എന്താ, നന്നായിട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇരുട്ടായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ കുറച്ച് നേരം അങ്ങ് ഇരിക്കുമ്പോഴേക്ക് പതിയെ എന്തൊക്കെയോ ഒന്ന് തെളിയും. പിന്നെ ചെറിയ രൂപങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും. ആ അഡ്ജസ്റ്റ്മെൻറ്റ് പീരീഡ് കണ്ണിനും ബ്രെയിനിനും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആന്തരിക ലോകത്തിലേക്ക് കുറച്ചുകൂടി ഒന്ന് ടൈം എടുക്കും. അപ്പോൾ നമ്മളൊരു എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ആ ഒരു ഇരുട്ടിൻ്റെ അവസ്ഥയിൽ പല ഘട്ടത്തിൽ നമ്മളെത്തും. മുന്നോട്ട് എങ്ങനെ പോകേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളൊരു ഇരുട്ടത്താണ്. ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും എത്തിക്കേണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇരുട്ടിൻ്റെ അകത്തൂടെ തന്നെ കടന്നു ചെന്നിട്ട് നിൻ്റെ അകത്തുള്ള പ്രകാശത്തെ നീ കണ്ടെത്താനുള്ള വിളിയാണത്. ഓക്കെ, വെളിച്ചത്തിൻ്റെ വാഹകരായിരുന്ന പ്രവാചകർക്ക് മുന്നിൽ സത്യത്തിൻ്റെ വേദത്തിൻ്റെ വെളിച്ചം ഇങ്ങനെ വന്നിറങ്ങിയ സമയത്ത് പ്രവാചകർ ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് ഇതെന്താ ഇപ്പോൾ അത് വളരെ ഹമ്പിളായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള അത്ര വലിയ സ്ട്രെങ്ത്തിലൊക്കെ നിന്നിട്ടൊരു ലീഡർഷിപ്പൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ വന്നിട്ട് നീ വായിക്കുക എന്ന് പറയുമ്പം ആകെ സ്റ്റക്കായി പോവുക. കാരണം ഞാൻ ഇന്നേ വരെ മനസ്സിലാക്കിയ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ നിങ്ങൾ ജനിച്ച് കഴിഞ്ഞ 40 വർഷമായിട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ സൃഷ്ടാവ് ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. യു ആർ ചൂസൺ ഫോർ സംതിങ്. അത് പ്രവാചകർക്ക് അറിയുമായിരുന്നില്ല. പ്രവാചകർക്ക് ആകെ അറിഞ്ഞെന്താ? പബ്ലിക്, പ്രൈവറ്റ്. ഇതിലൂടെ മനസ്സിലായി കുറച്ച് കാര്യമുണ്ട്. കച്ചവടം ചെയ്യാം, കച്ചവടത്തിന് ഭയങ്കര താല്പര്യനാണ്, അത് നന്നായിട്ട് ചെയ്യാം. അപ്പം ഞാൻ നല്ലൊരു കച്ചവടക്കാരനാണ്, ഏത് കച്ചവടം ഞാൻ സത്യസന്ധമായിട്ട് വിജയിപ്പിച്ചു കൊടുക്കും, എല്ലായിടത്തും ഞാൻ സത്യസന്ധനായിട്ട് ഇരിക്കുകയാണ്. ഈ ഒക്കെ ഒരു ലേബലിൽ ഇരിക്കുന്നിടത്താണ് ഡീപ്പ് കോറിൽ നിന്നും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വിളി വരാണ്, ഉൾവിളി. ആ ഉൾവിളിയിൽ എത്തിയപ്പോഴാണ് ഒരു ഉൾവലിവ് ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് സൊസൈറ്റിയിലൊക്കെ ഇടപെടാൻ എന്തോ ഒരു ചലഞ്ച് വരും, ഞാനൊന്ന് മാറിയിരിക്കട്ടെ. അങ്ങനെയാണ് ഹിറയിൽ പോയിട്ട് മാറിയിരുന്നിട്ട് അവനവനോടൊപ്പം ഇരിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കണത്. ആ ഇരുത്തത്തിലൂടെയാണ് പബ്ലിക്കിനും പ്രൈവറ്റിനും അപ്പുറത്തേക്ക് ഡീപ്പ് പേഴ്സണൽ ഇൻഡിവിജ്വൽ കോറിൽ ഹൂ ആം ഐ എന്നതിനുള്ള റെവലേഷൻ, അതിനുള്ള വെളിപാട് കിട്ടുന്നത്. പ്രവാചകരുടെ എല്ലാത്തിലും മനുഷ്യന് മാതൃകയുണ്ടെങ്കിൽ നമ്മൾ പ്രവാചകന്മാരാവുക എന്നതല്ലെങ്കിൽ കൂടി നമുക്കും ചില സമയത്തൊക്കെ നമ്മളോടൊപ്പം ഇരിക്കുന്ന ഒരു ഇരുത്തം വേണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് മറ്റുള്ളവരാൽ ഡിഫൈൻ ചെയ്യപ്പെടാത്ത
നമ്മളായിട്ടിരിക്കുന്ന ഒരു ഘട്ടം വേണം. അവിടെ നമ്മൾ പോകുമ്പം നമ്മളിൽ തന്നെ നമ്മൾ കാണാത്ത പല വേർഷൻസും ഓപ്പൺ ആയിരിക്കും. അതിൽ ചിലത് തിരുത്താനുണ്ടായിരിക്കും, ചിലത് മാറ്റാനുണ്ടായിരിക്കും, ചിലത് ആക്സെപ്റ്റ് ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കേൾക്കാൻ നമ്മൾ മടി കാണിക്കും തോറുമാണ് നമ്മൾക്കകത്തുള്ള പ്രകാശത്തിൻ്റെ വിളിക്ക് ഉത്തരം കൊടുക്കാതെ നമ്മൾ പുറത്തേക്ക് നമ്മുടെ പബ്ലിക് പ്രൈവറ്റ് എന്നുള്ളതിൽ തന്നെ ഡിഫൈൻ ചെയ്ത് ജീവിക്കുമ്പോഴാണ് നമുക്കുള്ളിലെ പ്രകാശം തന്നെ അതിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്, അതിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്, അതിനെ കാണാനും അതിനെ കേൾക്കാനും വേണ്ടിയിട്ട് നമുക്ക് ചെറിയ 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 പ്രശ്നങ്ങൾ ഇങ്ങനെ ഇട്ടുതരാം. ഇത് നമ്മൾ എന്ന പോയിന്റിൽ എന്താണോ മൈക്രോ ലെവലിൽ വർക്ക് ചെയ്യണത് അതിൻ്റെ മാക്രോ ലെവലിലുള്ള ഫംഗ്ഷനാണ് പഠിച്ചോൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ അറിയുന്നതിലൂടെ, നമ്മളെ മനസ്സിലാക്കുന്നതിലൂടെ തന്നെയാണ് ഡിവൈൻ പ്ലാനും പഠിച്ചോൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. അപ്പോൾ നമ്മൾ പറയാറുണ്ട് പ്രശ്നങ്ങൾ വരുന്നത് പഠിച്ചോൻ അറിയാനാ. അപ്പോൾ പഠിച്ചോൻ ഇങ്ങനെ അറിയിക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചോനല്ല. പഠിച്ചവനെയൊക്കെ അറിയാനുള്ള ഓരോ ഘട്ടം പിന്നിടുമ്പോഴും നമ്മൾ ഇന്നേ വരെ കാണാത്ത, നമ്മൾ വിശ്വസിക്കാത്ത, നമ്മൾ അറിയാത്ത നമ്മളെ പല വേർഷൻസിലേക്ക് നമ്മൾ കയറി ചെല്ലേണ്ടി വരും. അതിലേക്ക് അടുക്കാനുള്ള ഭയം നമുക്ക് പ്രശ്നമായിട്ട് പ്രതിഫലിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ഭയമോ എന്തെങ്കിലുമൊക്കെ ഒരു ഞെരുക്കമോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോഴല്ലേ നമ്മളോടൊപ്പം ഇരിക്കുന്നുള്ളൂ. എന്നാൽ ഓൾറെഡി ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളോടൊപ്പം ഇരിക്കുന്നത് നമ്മൾ തുടർച്ചയാക്കി ചെയ്തു കഴിഞ്ഞാലോ പിന്നെ ആ പ്രശ്നത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ലേ, ചില കുട്ടികളോട് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കണം. അപ്പോൾ ചിലപ്പോൾ 2 അടി കൊടുത്താലോ 2 ചീത്ത പറഞ്ഞാലേ പോയിട്ട് കഴിക്കുള്ളെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏത് സമയം, അങ്ങനെ അതിനർത്ഥം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടിക്കണം, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചീത്ത വിളിക്കണം എന്നല്ലാതെ അതിൻ്റെ പ്രിൻസിപ്പിൾ. ഭക്ഷണം നമ്മൾ സ്വമേധയാ കഴിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ അവിടെ ചീത്തയുടെയും തല്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. ഇവിടെയാണ് മനുഷ്യന് ചലഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ഐസ്ബർഗ് പ്രിൻസിപ്പിള് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ നമ്മൾ കാണുന്ന, നമ്മളെ മനസ്സിലാക്കിയ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അറിയാത്ത നമ്മുടെ ചില വേർഷൻസ് നമ്മൾ ഉള്ളോട്ട് പോകുമ്പോഴാണ് നമുക്ക് തെളിഞ്ഞു കിട്ടാന്നുള്ള. ഇവിടെ ജനിച്ച് വീഴുന്ന എല്ലാവരും ഫിത്രയിലാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ജനിച്ച് വീണ സമയത്ത് നമുക്ക് പ്രൈവറ്റും അല്ല പബ്ലിക്കും അല്ല, നമുക്കാകെ പേഴ്സണൽ സ്റ്റേറ്റേ ഉള്ളൂ. ഞാൻ എന്നത് പറയുമ്പം ഏറ്റവും പ്യൂരിറ്റിയിലാണ്, ഏറ്റവും പരിശുദ്ധമായ അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ച് വീണത്. പ്രകാശത്തിലാണ്, വെളിച്ചത്തിലാണെന്ന് പറയുമ്പോൾ അതാ നമ്മളുടെ ആ ഡീപ്പ് പേഴ്സണലായിട്ട് നമ്മൾ എന്താ ചോദിച്ചാൽ ഞാനും നിങ്ങളൊക്കെ വജ്രങ്ങളാണ്, രത്നങ്ങളാണ്, നിധികളാണ്, ട്രഷറാണ്, ഫിത്രയിലാണ്, പരിശുദ്ധിയിലാണ് നമ്മൾ ഓരോരുത്തരും. അത് ഏറ്റവും വിളങ്ങി ഇങ്ങനെ നിൽക്കുക. ആ വിളങ്ങി നിൽക്കുന്നതിൻ്റെ മേലിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രൈവറ്റിൽ നിന്നും, അപ്പോൾ ഉള്ളിലിങ്ങനെ വലിയ ജ്യോതിയോടുകൂടി പ്രകാശത്തോടു കൂടി ഒരു കുട്ടി ഇങ്ങനെ പേഴ്സണൽ പ്രകാശത്തോടു കൂടി ഓറയോടുകൂടി ഇങ്ങനെ ജനിച്ച് കഴിയുമ്പം ആ കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള അമ്മാവനും അമ്മയും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ആ കുട്ടിയെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് യുക്തി വന്നിട്ടില്ല, ബുദ്ധി വന്നിട്ടില്ല എന്നതുകൊണ്ട് കുട്ടി പരിസരത്തുള്ള എന്തും എടുക്കാൻ പാകപ്പെട്ട അവസ്ഥയിലാണ്. എന്തും എടുക്കും. ആ കുട്ടി തൊട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിലാണെങ്കിലും പരിസരത്തുള്ളതൊക്കെ കുട്ടി എടുത്തുകൊണ്ടിരിക്കും. കാരണം ഫിൽറ്റർ ഒന്നും വന്നിട്ടില്ല, എന്ത് വന്നാലും എടുത്തുകൊണ്ടിരിക്കുക കുട്ടി. കാരണം കുട്ടി അവൻ്റെ ഐഡൻറ്റിറ്റി തേർഡാണ്. ഞാൻ ഓൾറെഡി ശുദ്ധമാണ്, പക്ഷേ ഈ വീട്ടിലെ കുഞ്ഞായിട്ട് ജനിക്കുന്നതോട് കൂടിയിട്ട്, ഇന്ന ആളുടെ മകനോ മകളോ ആയിട്ട് ജനിക്കുന്നതോട് കൂടിയിട്ട് ഈ വെളിച്ചം ഞാൻ ഏത് ലേബലിൽ എടുക്കണം? അപ്പോൾ എനിക്കൊരു ഐഡൻറ്റിറ്റി വേണം. അപ്പോൾ പേരിട്ട് കൊടുത്തു, നാടിട്ട് കൊടുത്തു, ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്ത് എല്ലാം നമ്മൾ ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ നീഡഡായിട്ട് കുട്ടി ഇങ്ങനെ ഇരിക്കുക. ഞാൻ ശുദ്ധമായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ എന്താ ആവേണ്ടത് നിങ്ങൾ പറഞ്ഞു തരണേ എന്ന് ചോദിക്കുമ്പം ഈ പ്രൈവറ്റായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഇതാക്കി കൊടുക്കുന്നത്, ഇതിൻ്റെ ഉടമസ്ഥരാണ്, ഇവർക്കാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാർ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അറിയാം, ശരി നിറം കുറവാലേ, മോളെപ്പോലെ മൂത്തതിനെ പോലെ അല്ലല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പതിയെ നമ്മൾ അകത്തുള്ള പ്രകാശത്തെ മറന്നിട്ട് പുറത്ത് ഈ കുട്ടി ആരാകണം എന്നുള്ള ഈ കുട്ടിക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നു, ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്ന നിമിഷം മുതൽ ആ കുഞ്ഞിൻ്റെ ചുറ്റിലുള്ള ആളുകൾ എന്തൊക്കെ ആ കുഞ്ഞിനെ പറ്റി പറയുന്നു അതൊക്കെ ഞാനാണ് എന്നുള്ളൊരു പ്രൈവറ്റ് ലേബല്, ഐഡൻറ്റിറ്റി കുട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാനും നിങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് എന്ന് നമുക്ക് എന്താണ് നോക്കിയാൽ നമ്മൾ ഇന്നതൊക്കെയാണെന്ന് അറിയാം. എന്നാലും നമുക്കറിയാം ഞാനിതൊന്നുമല്ല, ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ ഞാനിങ്ങനെ ഒന്നല്ല. അല്ലെങ്കിൽ നമ്മൾ പറയും എനിക്ക് ഇങ്ങനെയൊന്നും ആവണ്ട. അത് ഒരു കുട്ടിയുടെ രോദനമുണ്ട് അതിൻ്റെ അകത്ത്. കാരണം എന്താ, ഞാൻ ഇങ്ങനെയൊന്നും ആകാൻ വന്നതല്ല, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. പല ആൾക്കാർക്ക് ഇങ്ങനെ ജീവിതം ഇങ്ങനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ ചിലർക്ക് തോന്നാറുണ്ട് ആ പഴയ കാലം എന്ത് സുഖമായിരുന്നു, അല്ലെങ്കിൽ ആ കാലം എന്ത് രസമായിരുന്നു എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എല്ലാ കാലം എന്നല്ല, എന്നാൽ എവിടേക്കോ ചിലപ്പോൾ അവിടെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നമുക്ക് ആ പഴമയിലേക്ക് വന്നതിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു ഉൾവിളിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഡീപ്പ് പേഴ്സണൽ സ്റ്റേറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ അതിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ്.
അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് പുതിയ എന്തോ ആവലല്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ പുതുമയോടുകൂടി ഭൂമിയിലേക്ക് വന്നപ്പോൾ ഏത് അവസ്ഥയിലായിരുന്നോ പേഴ്സണലി, അത് ഡിവൈൻ ലേബലിൽ നമ്മൾ അതിലേക്ക് തിരിച്ചു പോല. നമുക്കൊക്കെ നമ്മളെ സൃഷ്ടിച്ചവൻ എന്ത് ലേബലാണോ തന്നത് അത് നമുക്ക് നഷ്ടപ്പെട്ടിട്ട് സൃഷ്ടികളിലൂടെ പടപ്പുകളിലൂടെ നമുക്ക് എന്തൊക്കെയാണോ നമ്മളായി മാറാനുള്ള ഐഡൻറ്റിറ്റി ആയിട്ട് വന്നത്, ഇത് രണ്ടും തമ്മിലൊരു ചലഞ്ച് ഉണ്ട്. അവിടെ നമ്മൾ പറയാം ഫോൾസ് സെൽഫും ട്രൂ സെൽഫും തമ്മിലുള്ള ചലഞ്ച്. ഈ ചലഞ്ചുകളാണ് മനുഷ്യനിൽ പല പല പ്രശ്നങ്ങളായിട്ട് റിഫ്ലക്റ്റ് ചെയ്യേണ്ടതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇന്നത്തെ ഐസ്ബർഗ് പ്രിൻസിപ്പിൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ടിപ്പിലൂടെ നോക്കാതെ അടിയിലേക്ക് പോയി നോക്കുക. ഇതിന് തന്നെ നമ്മൾ പറയാം റൂട്ട് കോസ് അനാലിസിസ് എന്ന് പറയും. ഏതെങ്കിലും ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടിലോ എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ വളരെ ശാസ്ത്രീയമായിട്ട് സമീപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ പരിപാടിയല്ല, ഇതുകൊണ്ട് തന്നെ മഴകൊണ്ട് തന്നെ എന്നെ പനി വന്നു. നമുക്കൊരു കാരണം ഉണ്ടാവുമല്ലോ, എക്സാമിന് പൊട്ടി ഫോണിൽ കളിച്ചിട്ട് എന്നാ പൊട്ടിയത്. അത് യാഥാർത്ഥ്യമാണോ അല്ലോ എന്നറിയില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ നോക്കിയപ്പോൾ, എൻ്റെ നിരീക്ഷണ കോണകത്തിലൂടെ ഞാൻ നോക്കിയപ്പം എനിക്ക് മനസ്സിലായത് എന്താണ്, ഈ ഫോണിൽ കളിച്ചിട്ട് എന്നാ മോനെ തോറ്റത് എന്നതാണ്. അപ്പോൾ അവൻ വിചാരിക്കുക ഫോണിൽ കളിച്ചിട്ട് എന്നാണോ, ഞാൻ കളിച്ചിട്ടുണ്ട് ശരിയാണ്. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയാൽ എനിക്ക് വേറെ പറയാനായിരിക്കും, നീ ഇതുകൊണ്ട് എന്നാ തോറ്റത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, നമ്മൾ ഇതിൽ ഏതാ ശരി. അപ്പോൾ നമ്മൾ പറയാം അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു അന്വേഷണം വേണം അല്ലേ, ഒരു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തണം. അത്തരത്തിലുള്ള ശാസ്ത്രീയമായ അന്വേഷണത്തിന് വേണ്ടിയിട്ട് പൊതുവെ ഏത് മേഖലകളിൽ എന്ത് പ്രശ്നം വന്നാലും ഈ ടിപ്പിൽ നോക്കിയിട്ട് ഐസ്ബർഗിൽ നോക്കിയിട്ട് അപ്പം തന്നെ കമൻറ്റ് ചെയ്യാണ്ട് അതിനെ പഠിക്കും. അതുകൊണ്ടല്ല ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഐസ്ബർഗ് പ്രിൻസിപ്പിളിൻ്റെ ടിപ്പ് പ്രിൻസിപ്പിളാണ് കാണുമ്പോഴത്തേക്ക് അതന്നെ പിന്നെ അവരങ്ങനെ ആയിരുന്നില്ല, നേരെ തിരിഞ്ഞു. കാരണം നമ്മൾ ഒറ്റ നോട്ടത്തിൽ പ്രത്യക്ഷത്തിൽ കാണുന്നത് വെച്ചിട്ട് അങ്ങ് കൺക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളതിൻ്റെ റൂട്ട് എന്താണ് ഒന്നും നമ്മൾ നോക്കാറില്ല. അപ്പോൾ റൂട്ട് കോസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്രത്യക്ഷത്തിൽ കാണുന്നത് എന്തോ അത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോലാണ്. അതാണ് ഒരു ജ്ഞാനിയുടെ ലക്ഷണം. അതാണ് അകത്തു നിന്നും ഉണർന്ന എവൈക്കൻഡ് ആയിട്ടുള്ള ആ ഡീപ്പ് പേഴ്സണൽ കോറിലെ ലൈറ്റുമായിട്ട് നൂറാനിയത്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ എവൈക്കൻഡ് ആണ്, എൻലൈറ്റൻഡ് ആണെന്ന് പറയും. അവർക്ക് ഒരിക്കലും പെട്ടെന്ന് തന്നെ എല്ലാത്തിനും റിയാക്ഷൻ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യാത്തത്? ബിക്കോസ് നമ്മുടെ പ്രൈവറ്റ് പബ്ലിക് സെൽഫിൽ നിൽക്കുമ്പോൾ റിയാക്ട് ചെയ്തിട്ട് ഞാനൊരു ഉപ്പയാകോ, ഉപ്പ എന്ന് പറഞ്ഞാൽ റിയാക്ട് ചെയ്യണ്ടേ എന്നൊരു സാധനത്തിൽ. എന്നാൽ വേറൊരു ഭാഗത്ത് നമ്മളൊരു മനുഷ്യനായി ചിന്തിക്കുമ്പോൾ ആക്ച്വലി എന്താ അതിൻ്റെ പിറകിൽ നടന്നത് അത് അറിയണ്ടേ. അപ്പോൾ നമ്മുടെ രണ്ട് സെൽഫരാ. ഉപ്പ എന്ന റോളിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു മനുഷ്യൻ എന്ന റോളിൽ ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ പലപ്പോഴും ഉപ്പ എന്ന റോളിൽ, ബോസ് എന്ന റോളിൽ എന്താ ചെയ്യേണ്ടത് അതിലേക്ക് നമ്മൾ ചാടിക്കയറി എങ്ങ് ചെയ്യും. പിന്നീടായിരിക്കും നമ്മൾ ആഴത്തിൽ പഠിച്ചു നോക്കുമ്പോൾ അതിൽ കുറേ തിരുത്തലുകൾ ഉണ്ടെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഒരുപാട് ഖേദങ്ങളും നമുക്ക് ഉണ്ടാവുന്നുള്ള. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഐഡൻറ്റിറ്റികൾ നമുക്കുള്ളിൽ എപ്പോഴും ഉണ്ട്. രണ്ട് തരത്തിലല്ല, ഒന്ന് കോർ ഐഡൻറ്റിറ്റി, അത് ഡിവൈൻ ഐഡൻറ്റിറ്റിയാണ്, ഡിവിനിറ്റിയിലുള്ള ഐഡൻറ്റിറ്റി, കോർ ഐഡൻറ്റിറ്റി. അതല്ലാണ്ട് നമുക്ക് നൂറായിരക്കണക്കിന് ഐഡൻറ്റിറ്റികളുണ്ട്. അത് നമ്മളിങ്ങനെ മാറി 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 ധരിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കുന്നിടത്താണ് നമ്മുടെ വിജയം തുടങ്ങുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് ഉള്ളോട്ട് നോക്കുക. പക്ഷെ പല ആളുകൾക്കും ഈ ഉള്ളോട്ട് നോക്കാമെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് നോക്കാമെന്ന് അറിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളോട്ട് നോക്കിയിട്ട് ഹാർട്ടൊക്കെ നോക്കലാണോ, ഇനി അതല്ല ഈ ഇൻറ്റേർണൽ ഓർഗൻസ് നോക്കലാണോ, എന്താണ് ഈ സാധനം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്നാൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ അകത്തേക്ക് നോക്കുന്നവർക്കാന്ന് പറയാറുണ്ട്. ദാറ്റ് മീൻസ് നിന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആരൊക്കെ പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനപ്പുറത്തേക്ക് നിന്നിൽ തന്നെ നീ എന്ന് പറഞ്ഞൊരു വേർഷൻ ഉണ്ട്, ഞാൻ അല്ലേ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ എന്ന് പറയുമ്പം ഒരു വേർഷൻ ഉണ്ട്. ആ ഞാൻ എന്നതിനെ ഞാൻ എന്ന ബോധത്തിലൂടെ തന്നെ അറിഞ്ഞോ, അല്ല പല ആൾക്കാരുടെ ബോധത്തിലൂടെ അറിഞ്ഞോ. പല ആളുകളുടെ ബോധത്തിലൂടെ അറിയുമ്പം ഞാൻ എന്നാൽ ഇതാണ് എന്ന് പറയുമ്പം, ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നാൽ ഇതാണെന്നൊരു കുട്ടി പറയുമ്പം ആ കുട്ടിയുടെ ഉപ്പയുടെ കണ്ണിലൂടെ നോക്കിയപ്പം നീ ഇതാണ്, അത് ഞാനല്ല, ഞാൻ എന്ന കുട്ടിയാണ്, ഞാൻ എന്ന മകനാണ്, ഞാനതല്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ എവിടെയാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ആകുന്നത്? ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. എവിടെയാണ് നിങ്ങൾ ഷോർട്ട് ടെമ്പേർഡ് ആകുന്നത്? ചില സ്പെസിഫിക് ഇടങ്ങളിൽ എത്തുമ്പോൾ മാത്രമേ നിങ്ങൾ ഷോർട്ട് ടെമ്പേർഡ് ആകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആ ഇടങ്ങളിലുള്ള ആളുകളെ അനുഭവിക്കുമ്പോൾ, ആ ഇടങ്ങളിലെ അവസ്ഥകളിലൂടെ നീ കടന്നു പോകുമ്പോൾ നീ ഇങ്ങനെയാകുന്നു. അതിനർത്ഥം നീ എപ്പോഴും അങ്ങനെയെന്നല്ല. അപ്പോൾ അവിടെ നിനക്കൊരു പാടുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം ആളുകൾക്കിടയിലോ അത്തരം സന്ദർഭങ്ങളിലോ മാത്രം എത്തുമ്പോൾ നീ പൊട്ടിത്തെറിച്ചു പോണത്? നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത നിൻ്റെ ഒരു വേർഷൻ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത് നിന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്.
അവിടെ നമ്മൾ പറയാണ് എന്താ അറിയില്ല, എനിക്ക് അങ്ങനെ ആകണമെന്ന് ഇഷ്ടമില്ല, പക്ഷെ ഞാനല്ലാണ്ടായി പോകുന്നു. നിങ്ങൾ ദേഷ്യം പിടിക്കുന്ന, നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന, നിങ്ങൾ ഷോർട്ട് ടെമ്പേർഡ് ആകുന്ന, നിങ്ങളുടെ കയ്യിൽ നിന്നും പോകുന്ന, പിടുത്തം വിട്ടു പോകുന്ന ചില വേർഷൻസ് നമുക്കുണ്ടായിരിക്കും. ഈ വേർഷനൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അംഗീകരിക്കാൻ പറ്റുമോ വെച്ചാൽ നിങ്ങൾ ഞാൻ അങ്ങനെയാണ്, എനിക്കിഷ്ടം അങ്ങനെ ആവണേ, അങ്ങനെ ആരെങ്കിലും അംഗീകരിക്കുമോ? ഇല്ല. നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അത്തരം വേർഷനുകൾ നമ്മളെങ്ങനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ, ആ വേർഷനുകൾ നിങ്ങളോട് തന്നെ പറയുന്നുണ്ട്, ഇത് നീ അല്ലട മണ്ട, ഇത് നീ അല്ല. പിന്നെന്താ ഞാൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണത്? നീ ഈ ഘട്ടങ്ങളിൽ നീ അല്ലാത്തവനായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, നീ അല്ലാത്തവനാകാനുള്ള, നിന്റെ സ്വത്വത്തെ ചോദ്യം ചെയ്യുന്ന, നിന്റെ സ്വത്വത്തെ നശിപ്പിക്കുന്ന നീ അല്ലാത്ത ഒരു ഫേക്ക് സെൽഫ് ഏതോ പ്രൈവറ്റ് എക്സ്പീരിയൻസിലൂടെ നിന്നിലേക്ക് കയറിയിട്ടുണ്ട്. അതിനെ ക്ലിയർ ചെയ്യൂ. അതാണ് മെസ്സേജ്. അപ്പോൾ പല ആൾക്കാരും എന്താ ചെയ്യുക, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യാൻ കാരണമാകുന്ന കുറേ ആൾക്കാരുണ്ട്. ഓരോട് ദേഷ്യം കാണിക്കുക ചെയ്യണം. ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യാൻ കാരണമാകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്, അതിനോട് ദേഷ്യം, ആ ആളുകളോട് ദേഷ്യം. അപ്പം നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞു കാര്യവും കാരണവും, നമ്മൾ കാരണാടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കണേ. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇതിലൊരു കാര്യമുണ്ട്. നിനക്ക് ആവർത്തിച്ച് അങ്ങനെ ഒരു അനുഭവം വരുന്നുണ്ടെങ്കിൽ നീ നിന്നോട് തന്നെ ചോദിക്കുക, ഇതെനിക്ക് ഇഷ്ടമില്ല, ഇങ്ങനെ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നിട്ടും ഞാൻ ഇങ്ങനെ ആയി പോകുന്നുണ്ടെങ്കിൽ എൻ്റെതല്ലാത്ത, ഞാൻ ആവാൻ ഇഷ്ടപ്പെടാത്ത ആ വേർഷൻ എങ്ങനെ എന്നിലേക്ക് വന്നു? അതെന്നോട് എന്താ പഠിപ്പിക്കണത്? നിൻ്റെ ഭയത്തെയും നിൻ്റെ ദേഷ്യത്തെയും ഇത്തരത്തിലുള്ള നീ അല്ലാത്ത വേർഷനുകളെ മനസ്സിലാക്കിയിട്ട് അതിനെ കീഴ്പ്പെടുത്തുന്നിടത്താണ് ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. അതിനെ നമ്മൾ ആൽക്കെമി എന്ന് പറയാം. എന്താണ് ഒരു ആൽക്കെമിസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം എപ്പോഴും പറയാറുണ്ട്, ആൽക്കെമിസ്റ്റിൻ്റെ പ്രത്യേകത, ഒരു ആൽക്കെമിസ്റ്റ് അയാൾക്കകത്തുള്ള ഇരുട്ടിനെ തൊട്ടിട്ട് അതിനെ വെളിച്ചമാക്കി മാറ്റാൻ അറിയാം. താഴ്ന്ന ലോഹത്തെ, തരം താഴ്ന്ന ലോഹത്തെ തൊട്ടിട്ട് അതിനെ ഈയം എടുത്തിട്ട്, അല്ലെങ്കിൽ തരം താഴ്ന്ന ലോഹങ്ങൾ എടുത്തിട്ട് അതിനെ സ്വർണ്ണമാക്കി മാറ്റാൻ അവർക്കറിയാം. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ചലഞ്ചുകൾ എന്താണോ അതിനെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് മനസ്സിലാക്കി കീഴ്പ്പെടുത്തുന്നതോട് കൂടിയിട്ട് നമ്മൾക്കതിലൂടെ പ്രകാശം സിദ്ധിക്കും, നമുക്കതിലൂടെ സ്ട്രെങ്ത് സിദ്ധിക്കും എന്നുള്ളതാണ്. അപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഏറ്റവും നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും വളരെ കാമായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും. കാരണം അയാളെ ട്രിഗർ ചെയ്യുന്ന, അയാളല്ലാണ്ടാക്കി മാറ്റുന്ന സെനാരിയോസ് എന്താണോ ആ സെനാരിയോസിലൊക്കെ അയാളല്ലാത്തതിനെ അയാൾ കൊന്നു കളഞ്ഞു. അവിടെയൊക്കെ അയാളായി തന്നെ ഇരിക്കാൻ പറ്റുന്നതോട് കൂടിയിട്ട് മക്കൾ ചൊറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും തലവേദന തോന്നൂല. കെട്ടിയോൾ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് പിറുപിറുത്തോണ്ടിരുന്ന് കഴിഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. അപ്പം കെട്ടിയോൾ പിറുപിറുക്കുമ്പം വല്ലാണ്ട് പൊട്ടിത്തെറിച്ച് പോകുന്ന ഞാൻ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുമോ ഇത് ഞാൻ തന്നെയാണെന്ന്? അവർ പറയൽ കെട്ടിയോളോട് ദേഷ്യം, കാരണം എൻ്റെ ഉള്ളിൽ അത്രയും സമാധാനം ആഗ്രഹിക്കുന്ന, എല്ലാവർക്കും സമാധാനം കൊടുക്കാൻ കൊതിക്കുന്ന ഒരാളുണ്ട്. ആ ഞാൻ എന്താണോ അതിനെ ഇല്ലായ്മ ചെയ്യാൻ നീ എൻ്റെ ജീവിതത്തിൽ വന്നിട്ട്. എന്നാൽ ശരിക്കും കെട്ടിയോളെന്താ നമ്മളെ പഠിപ്പിക്കണത്? നിങ്ങളറിയാത്തൊരു സാധനം നിങ്ങളുടെ ഉള്ളിലുണ്ട്, അത് ഞാൻ വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇതിൻ്റെ പേരിൽ എന്താക്കണ്ട, വീട്ടിൽ പോയിട്ട് ഇന്ന് ഫുൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാനല്ലട്ടോ നിങ്ങളെ വേർഷൻ ഞാൻ കാണിച്ചതാണ്, പഠിച്ചോനിനെ ദൂതനായിട്ട് അയച്ചിരിക്കുകയാണ് നിങ്ങൾക്കുള്ളിലെ നിങ്ങൾ കാണാത്ത ദേഷ്യം പിടിക്കുന്ന ഒരാളെ കാണിച്ചു തരാൻ എന്നുള്ളത്. അപ്പോൾ പണ്ട് ഒരു സെൻ സ്റ്റോറിയിൽ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു മെസ്സേജായിട്ട് പറയുന്നുണ്ട്, നമ്മൾക്ക് അകത്തുള്ളത് മാത്രമേ നമ്മളെ ഷെയ്ക്ക് ചെയ്യുമ്പം പുറത്തേക്ക് തുളുമ്പോളൂ. ഒരു കപ്പ് കാലിയാണെങ്കിൽ ആ കപ്പും പിടിച്ച ഒരാൾ പോകുന്ന സമയത്ത് അയാൾ എത്ര ഇക്കിളിയാക്കിയാലും അയാൾ എത്ര ഇറിറ്റേറ്റ് ചെയ്താലും അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും പുറത്തേക്ക് പോകില്ല, കാരണം അത് കാലിയാണ്. അതേ സമയത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ പറയണത് എന്നെ ആരും തൊടരുത്, എന്നെ ആരും ഇക്കിളിയാക്കരുത്, കാരണം ഇത് തുളുമ്പിപ്പോവും. അപ്പം നിങ്ങൾക്ക് തുളുമ്പാനുള്ളത്, പുറത്തേക്ക് കൊടുക്കാനുള്ളത് സ്നേഹവും സമാധാനവും സന്തോഷമാണെങ്കിൽ ആരൊക്കെ ചൊറിയുമ്പോഴും മാന്നുമ്പോൾ നിങ്ങൾ എന്താ പുറത്തേക്ക് തുളുമ്പുക? ചൊരല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ചു പോകും, കുത്തല്ലേ ഞാൻ നിനക്ക് സമാധാനം തന്നു പോകും എന്നല്ലാലോ നമ്മൾ പറയാം. നമ്മളെന്താ പറയുക, കല്ലറിയല്ലേ തിരിച്ച് ഞാൻ ചിലപ്പോൾ ഇതിനേക്കാൾ വലുതെടുത്ത് അറിയും. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പ്രവാചകരെ പഠിക്കൂ. മുള്ളുകൊണ്ട് സ്വീകരിച്ച ജനത, കല്ലുകൊണ്ട് സ്വീകരിച്ച ജനത, അല്ലെ, ഊര് വിലക്കുകൾ കൊണ്ട് സ്വീകരിച്ച ജനത, അവിടെയൊക്കെ അതൊക്കെ കൊടുത്തിട്ടും ഉള്ളിൽ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരിച്ചെന്തേ കൊടുക്കാനുള്ളൂ. ഇത് എത്ര കളിക്കാലും കുലിക്കാലും എന്താ വീഴുള്ളൂ? ഫലം മാത്രം വീഴുള്ളൂ.
മധുരമുള്ള ഫലം മാത്രം വീഴുള്ളൂ. കല്ലെറിഞ്ഞാൽ എന്തെറിഞ്ഞാൽ എന്തേ വീഴുള്ളൂ? ഇതേ വീഴുള്ളൂ. അപ്പം നമ്മൾക്കകത്ത് നമ്മളിങ്ങനെ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുക, ഞാൻ ഭയങ്കര സമാധാനകാംക്ഷിയാണ്, ഞാൻ ഭയങ്കര സ്പിരിച്വലാണ്, എൻ്റെ അകത്തൊന്നുമില്ല. നമ്മളിങ്ങനെ ഭയങ്കര ഇതായി നടക്കുമ്പോൾ പഠിച്ചോനിക്ക് ശരിക്കും നമ്മൾ അങ്ങനെ ആക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് നല്ല പരീക്ഷിക്കാനുള്ള കുറച്ച് ആൾക്കാരെ വിട്ടുതരും. എന്നിട്ട് അവരോട് പറയുന്നു, ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കുലുക്കി വെക്കണേ, കാരണം ഓനിക്ക് അറിയില്ല ഓൻ്റെ ഉള്ളിൽ കുറച്ച് ദേഷ്യം ഉണ്ടെന്നുള്ളത്, ഒന്ന് അറിയിച്ചു കൊടുത്തേക്കണേ എന്ന് അറിയിക്കാൻ വരുന്ന ആൾക്കാർ. അതാ ജലാലുദ്ദീൻ റൂമി പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ ആൾക്കാരും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാ. നമ്മളെന്താ പറയുക, ഒരു വന്നതോട് കൂടിയിട്ട് ഓരെ ഇങ്ങനെ ആക്കിയതോടുകൂടി ഞാൻ അങ്ങനെയായി. നിങ്ങളെ വഴികേടിലേക്ക് കൊണ്ടുപോയ കുറേ കൂട്ടുകാർ, നമ്മൾ ആ കൂട്ടുകാരെ പഴിച്ചാരും. എന്നാൽ വേറൊരു ഭാഗത്ത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പറയണം, നന്മയും തിന്മയും ആകുന്ന എല്ലാ കാര്യവും ഓടുന്ന ദൈവത്തിൽ നിന്നുമാണ്. അപ്പോഴാണ് നീ ഒരു വിശ്വാസിയാവണത്. അപ്പോൾ ഒരു ഭാഗത്ത് കൺഫ്യൂഷനോ, കാരണം എൻ്റെ കുട്ടി വടുക്കായത്, അത് കാരണമാണ് എൻ്റെ കുട്ടി വടുക്കായത് എന്ന് പറയുമ്പം ശരിക്കും ആ കാരണക്കാരനായ അവൻ്റെ തലയിലിടണോ, അല്ലെങ്കിൽ ഈ കാരണങ്ങളൊക്കെ സംവിധാനിച്ചവൻ്റെ തലയിലിടണോ? ഇവിടെ നമ്മൾ പടപ്പുകളുടെ തലയിലേക്കാണോ പടച്ചോൻ്റെ തലയിലേക്കാണോ ഇതിൻ്റെ ക്രെഡിറ്റ് കൊണ്ട് വെക്കണേ എന്നുള്ളൊരു ചോദ്യം. അപ്പം ഈ രൂപേണ പല തരത്തിലുള്ള വഴികേടിലാക്കുന്ന കൂട്ടുകാർ നമ്മളിലേക്ക് വരുമ്പോഴും ചിലപ്പോൾ ചിലർ പറയും, ഒരു കാരണം ഞാൻ കേടായി പോയതാ, ഒരു കാരണം നീ കേടായി, അതൊക്കെ തന്നെ, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അങ്ങനത്തെ കുറച്ച് ആൾക്കാർ നിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്ക് കേടാവാൻ പാകത്തിനാണ് നീയെങ്കിൽ നിനക്കൊരു തിരിച്ചറിവ് കൂടിയാണ്, ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ പോയാൽ നിനക്ക് നന്നാവാൻ പറ്റൂല. അപ്പം നീ എങ്ങനെ ലോകത്തെ നന്നാക്കും? ഈ പ്രവാചകന്മാരുടെ ഒക്കെ ഡ്യൂട്ടി എന്താ അല്ലേ? ഏറ്റവും അലമ്പന്മാരായിട്ടുള്ള അല്ലേ എല്ലാ ഐറ്റം കുരുത്തക്കേടൊക്കെ ഉള്ള ആൾക്കാരെ നന്നാക്കാന്നുള്ള. അപ്പം അങ്ങനെ നന്നാക്കണമെങ്കിൽ അത്രക്കും തീവ്രമായിട്ടുള്ള, അത്രമാത്രം അബദ്ധ ജടിലമായിട്ടുള്ള ആളുകളിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഓരോ കൂടെ ഇറങ്ങിയിട്ട് കുറച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക്, കമ്പാനിയൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ കുരുത്തക്കേടൊക്കെ നമ്മളെ തലയിലേക്ക് കയറണേ, നമ്മളതിനായിട്ടില്ല. അപ്പം നിങ്ങൾ ആക്ച്വലി ഈ ലോകത്തിന് സമാധാനം കൊടുക്കാനോ വെളിച്ചം കൊടുക്കാനോ ആയിട്ടില്ല. നിങ്ങൾക്കുള്ളിൽ സമാധാനത്തിനോ വെളിച്ചത്തിനോ സ്നേഹത്തിനോ വേണ്ടി ഇറങ്ങുമ്പം നിങ്ങൾക്കകത്ത് തന്നെയുള്ള കുറേ ഇരുട്ടുകളാണ് പുറത്തേക്ക് വരണമെങ്കിൽ അത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, എൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്, എൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, മറ്റുള്ളവർ ഉണ്ടാക്കി തന്നതല്ല, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ ഞാൻ തിരിച്ചറിയാണ് എൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്, അതിലെന്തിനൊക്കെ ഞാൻ ട്രാൻസ്ഫോം ചെയ്യണം, എന്തിനൊക്കെ ഞാൻ ആൽക്കെമിക്കൽ പ്രോസസ്സിലൂടെ കടത്തിവിടണം. ഇതൊരു ഗ്രേറ്റ് റിയലൈസേഷൻ ആയിരിക്കും. അപ്പോൾ നോക്കിയേ, പുറത്തൂടെ നോക്കുന്നതിന് ഒരു എക്സ്പ്ലനേഷൻ, ദാറ്റ് മീൻസ് ടിപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ടിപ്പിക്കലായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ചില ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് എല്ലാത്തിലും ഉണ്ട്. എന്നാൽ അകത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പുറത്ത് കുറ്റം പറയാനില്ല, എന്തേ ഉള്ളൂ, ഒക്കെ നമുക്കുള്ള തിരിച്ചറിവുകളാണ്. ഈ ടിപ്പിലൂടെ നോക്കുമ്പം അറിവേ ആകുന്നുള്ളൂ. ഞാൻ അറിഞ്ഞ അതാണില്ല, ശരിയാണ്, ആ കുട്ടി കണ്ടില്ല, ആരോ കൂടെ പോയി എന്നാണ് പറയുന്നത് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കണത്. അത് പുറത്ത് നോക്കുന്ന സമയത്ത്, ടിപ്പിക്കലാകുന്ന സമയത്ത്. എന്നാൽ അകത്തേക്ക് പോകുമ്പം ചില ആൾക്കാർ പറയില്ലേ, ബാക്കിയുള്ളവരെ ഒക്കെ പ്രശ്നം കാണുമ്പോൾ കമൻറ്റ് ചെയ്യാൻ നല്ല സുഖമാണ്, നമുക്ക് വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഇത് ഇങ്ങനെയൊന്നും അല്ലടാ, ആൾക്കാരെന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുക. അപ്പം നമ്മളെന്ത് ചെയ്യും, വേറെ ഏതോ കാര്യം നമുക്കും അറിയില്ല, ആരൊക്കെയോ പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ അതാണല്ലോ ഇതാണ് എന്നൊക്കെ കേട്ടോണ്ടിരിക്കണത് എന്ന രൂപേണ ടിപ്പിൽ നിന്ന് നമ്മളും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർമ്മടിക്കും. മറ്റൊരാളുടെ ജീവിതത്തിൽ നടന്ന കാര്യം എന്താണ്, അതിൻ്റെ നിജസ്ഥിതി എന്താണ്, അതിൻ്റെ ആഴത്തിൽ സംഭവിച്ചതെന്ന് പോലും അറിയാണ്ട് നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് കോമൺ ആയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനോടൊപ്പം കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കൂടി ഒരു പാഠം കിട്ടും. എന്താണ്, നമുക്ക് അതേപോലത്തെ എന്തെങ്കിലും ഒരു അനുഭവം വരും. എന്നിട്ട് നമ്മൾ അറിയാം എന്ത്, മനുഷ്യന്മാരൊക്കെ ഭയങ്കര കേട്ടോ, സത്യാവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ, പക്ഷെ ഇത് പറഞ്ഞാൽ അപ്പോൾ മനസ്സിലാവോ? ഈ അനുഭവം നമുക്ക് വരും. അത് വരുന്നത് എന്തിനാണ്, നമ്മളത് അനുഭവിച്ച് മനസ്സിലാക്കാൻ തന്നെ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഇങ്ങനെയല്ല, ഡീപ്പ് കോറിൽ എല്ലാത്തിനും വേറെ മീനിങ് ആണുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ റിയലൈസേഷൻ എത്തുമ്പോൾ മനുഷ്യൻ നന്മയെ ചേർത്ത് പിടിക്കും. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാന്നുള്ളൊരു പരിപാടിയെ വെക്കൂല എന്നുള്ളതാണ്. ജഡ്ജ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പം എത്രത്തോളം നമ്മൾ അറിയുന്നു അത്രത്തോളം മറ്റുള്ളവരെ പുറമേ പ്രകടമാകുന്നതിനപ്പുറത്തേക്ക് അവരകത്തെന്താ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ട്രൂത്തിൻ്റെ പേരിൽ കണക്ട് ചെയ്യുന്നവരായിട്ട് മാറുക. ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ പ്രശ്നം എന്താ, ഇന്നാരും മനസ്സിലാക്കണില്ല. നിങ്ങൾക്കൊന്നും അങ്ങനെ തോന്നില്ല? നമ്മളാരും മനസ്സിലാക്കുന്നില്ല, നമ്മളൊന്നും മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊരു തോന്നലാണ്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല,
എൻ്റെ സ്റ്റാഫ് എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ എത്ര കഷ്ടപ്പെട്ടായി ബിസിനസ് നടത്തുന്നത്, എൻ്റെ സ്റ്റാഫ് മനസ്സിലാക്കുന്നില്ല, ടീച്ചർ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, പാരൻസ് പറഞ്ഞു നമ്മളെ കുട്ടികൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല, നമ്മൾ എത്ര അധ്വാനിച്ച് അവർക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൂട്ടുകാർ പറയാം, എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ഈ കൂടി അവർക്കൊന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള. ദാറ്റ് മീൻസ് ഞാൻ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിലാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കി കഴിഞ്ഞാലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ അവരതിന് കൊടുത്ത ഭാവം എന്താണ് ഉള്ളിലുള്ളത് മനസ്സിലാക്കേണ്ടത്. വരി മാത്രം അടർത്തി ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പറഞ്ഞതൊക്കെ കോൺട്രവേഴ്ഷ്യലായി. അവരെന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പോലും കൂടുതലായിട്ട് നമ്മൾ കേൾക്കൂല. അതിന് മുന്നേ തന്നെ എന്തായിട്ട് മാറും, ആ വരി അങ്ങെടുത്ത് അടർത്തി വെച്ചിട്ട് അതിൻ്റെ പേരിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഭയങ്കര ഓപ്പൺനെസ്സിൽ അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ പ്രശ്നം അതാണ്, നമ്മളെ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ അറ്റ് ദ മിനിമം നമ്മളെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമുക്ക് നമ്മളെ അറിയുന്ന അവസ്ഥയിലാണെങ്കിൽ വേറെ ആരും നമ്മളെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോഴേ നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ, ആർക്കും എന്നെ അറിയണം എന്നൊരു നിർബന്ധമില്ല, കാരണം എനിക്ക് എന്നെ അറിയാം. ഏറ്റവും കൂടുതൽ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞ ആളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക്, അവർക്ക് അവരെ തന്നെ അറിയാൻ പറ്റില്ല, ആകെ കൺഫ്യൂഷനിലാണ്. കാരണം ഓരോരുത്തരും ഓരോ വേർഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. എന്താക്കണം, എങ്ങനെയാക്കണം എന്നൊരു അറിവ് കിട്ടുന്നില്ല. അവിടെ നമ്മൾ തുടർച്ചയായിട്ട് ഈ ഗൈഡ് ടോക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഇരിക്കുന്ന കുറേ ആൾക്കാർക്ക് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ എവിടേക്കോ നമ്മളെങ്ങനെ കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസ്ഥകളെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെങ്ങനെ അറിയും തോറും മറ്റുള്ളവർ നമ്മളെ അറിഞ്ഞിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ വിടും, വാശി നമ്മൾ ഒഴിവാക്കും. എന്നിട്ടോ അതിനേക്കാളും ബെനിഫിഷ്യലായിട്ട് നമ്മളെങ്ങനെ അറിയും തോറും മറ്റുള്ളവരെ കൂടി നമുക്ക് അറിയാനുള്ള മനസ്സിലാക്കാനുള്ളൊരു ഓപ്പൺനെസ് കിട്ടും. ഇപ്പം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസത്തിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് അവരവരെ പറ്റിയിട്ട് കുറേ ധാരണകൾ കിട്ടും, കുറേ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും, കുറേ റിയലൈസേഷൻ കിട്ടും. അത് കിട്ടിയോണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാവും, അവർ കൂടുതൽ ശാന്തരായിരിക്കും. കാരണം മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്ക് പുറത്താർക്കും കാണാൻ പറ്റില്ലെങ്കിൽ ഇവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് അനുഭവങ്ങളെ കൊണ്ട് ഉണ്ടാവാന്ന് പറയാണ്ട്, ആ അനുഭവങ്ങളെ കൊണ്ട് ഉണ്ടാവാന്ന് പറഞ്ഞാലും അത് റൈറ്റ് ഗൈഡൻസിൽ അല്ലെങ്കിൽ നേരെ തിരിയാനും സാധ്യത ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളെ അറിയുന്നില്ല, നമ്മളെ മനസ്സിലാക്കുന്നില്ല, മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാവണില്ല, മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാവുന്നില്ല എന്ന പരാതിയിലാണെങ്കിൽ ആ പരാതി എന്താ നിങ്ങളോട് പറഞ്ഞത്, നമ്മളോട് ആ പരാതി പുറത്ത് പറയുന്നത് ശരിയാ, ഇവർക്ക് എന്നെ മനസ്സിലായില്ല. ഇങ്ങനെ ഓരോരുത്തർക്കും നമ്മളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുള്ള സമാധാനം പോവും. പലപ്പോഴും പാരൻസ് ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കുറേ പരിപാടികൾ എടുക്കും. അപ്പോൾ പല രീതി ഉണ്ടായിരിക്കും. പിന്നെന്ത് ചെയ്യും, ഇനി ഒന്നും ചെയ്യാണ്ട് എന്നിട്ട് പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ, ഇങ്ങനെ പല 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 പരിപാടികൾ നമ്മളെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ നമ്മളറിയാമെന്നുള്ള. റൂമി പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു അല്ലേ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാണ്ടായി. ഞാൻ എന്തോ ഒന്ന് ആഗ്രഹിച്ചതോടുകൂടി, പറഞ്ഞാൽ ഒന്നായവനെ ആഗ്രഹിച്ചതോടുകൂടി എൻ്റെ എല്ലാ ആഗ്രഹവും പോയി. ഒന്നായ ദൈവത്തെ, ഏകമായ ബ്രഹ്മത്തെ അറിയണമെന്ന് കൊതിച്ചതോടുകൂടി എൻ്റെ എല്ലാ മറ്റുള്ള ആഗ്രഹങ്ങളും പോയി. പക്ഷെ ആ ആഗ്രഹങ്ങൾ പോകാൻ ആ ഒന്നിനെയാണ് കൊതിക്കേണ്ടതെന്ന് എപ്പോഴാ റൂമിക്ക് തിരിച്ചറിവുണ്ടായത്? ആദ്യം തന്നെ ഒന്നിനെ കൊതിച്ചതല്ല, റൂമിയെ അറിയാൻ ശ്രമിച്ചു. റൂമിയിലേക്ക് വന്ന ഗുരു റൂമിയെ തന്നെ കാണിച്ചു കൊടുത്തു. റൂമിയെ എങ്ങനെ അറിഞ്ഞപ്പം സെൽഫ് ഇങ്ങനെ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൗലാന റൂമി പറയാണ്, ഞാൻ എന്നെ എങ്ങനെ അറിയും തോറും, എനിക്ക് എന്നെ മനസ്സിലാകും തോറും എൻ്റെ തമ്പുരാനെ കൂടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് ഞാനും എൻ്റെ തമ്പുരാനും മതി. ആ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് വേറെ ഏതൊക്കെ ആളുകൾ അതേ അവസ്ഥയിലൂടെ പോകുന്നുണ്ടോ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. കാരണം ലോകത്തിലുള്ള എല്ലാവരും നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ കിട്ടുന്നില്ല, അവരെ കിട്ടാത്തത് കൊണ്ട് അവരാക്കിയ തമ്പുരാനെ കിട്ടുന്നില്ല. ഈ ഇക്വേഷൻ തെറ്റുമ്പം നമ്മളിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അത് നമ്മുടെ മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ തലത്തിലുള്ളതല്ല, നമ്മുടെ ആത്മാവിൻ്റെ തലത്തിലുള്ളതാണ്. കാരണം എന്താ, നമ്മുടെ ആത്മാവിൻ്റെ തലം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, നീ ഒരു പ്രകാശമാകുന്നു. ഞാൻ നിങ്ങളൊക്കെ ഒരു പ്രകാശമല്ലേ? ആണോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? ഞാനും നിങ്ങളൊക്കെ ഒരു പ്രകാശമാണ്. ഇനി സംശയം ഉണ്ടെങ്കിൽ അതാ പറഞ്ഞത്, ഈ ടിപ്പിലുള്ള ഈ കണ്ണുകൊണ്ട് നോക്കാതെ അകക്കണ്ണ് എന്ന് പറഞ്ഞൊരു കണ്ണുണ്ട്, അതുകൊണ്ട് നോക്കാം.
ആ കണ്ണിപ്പം അങ്ങനെ തുറക്കാനൊരു സാധനമൊന്നുമില്ല, അതങ്ങോട്ട് അനുഭവിക്കലാണ്. ഏതായാലും ഈ കണ്ണിനപ്പുറത്തേക്ക് ഒരു അകക്കണ്ണ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ദാറ്റ് മീൻസ് ഈ വേൾഡ് നമ്മൾ പഠിക്കുമ്പം ഈ വേൾഡിൽ ഒരു സ്പെസിഫിക് റേഞ്ചിലുള്ള കാഴ്ച മാത്രമേ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. ആ റേഞ്ചിനേക്കാളും ആ ഫ്രീക്വൻസിയേക്കാളും ആ ഹേർട്സിനേക്കാളും കൂടിയാലോ കുറഞ്ഞാലോ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഈ കാണുന്നതിനപ്പുറത്തേക്ക് വേറൊന്നും ഇവിടെ ഇല്ല എന്നാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്? ഇവിടൊക്കെ എന്തൊക്കെയോ ഇല്ലേ? ഇവിടൊക്കെ എന്തൊക്കെയോ ഇല്ലേ? എന്താ അതിൻ്റെ തെളിവ്? ഇവിടൊക്കെ എന്തൊക്കെയോ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനങ്ങളാണ്. നിങ്ങളെ കൈ നിങ്ങൾ കാണുന്നില്ലേ അല്ലേ? നല്ല ശുദ്ധമായ കൈയാണ്. ഈ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഈ ലെൻസ് കുറച്ചുകൂടി മൈക്രോസ്കോപ്പിക് ആക്കാം. അതായത് ഈ ലെൻസ് മാറ്റിയിട്ട് ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിന് പ്രത്യേക ലെൻസാണ്, പവർ കൂടിയ ലെൻസാണ്, ഈ ക്യാമറൻ്റെ ഒക്കെ ലെൻസ് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൽ ആ ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിൻ്റെ ലെൻസ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കയ്യിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കൈ ഇതൊന്നല്ല കാണാം. ഇവിടെ കുറേ ടീംസ് ഇങ്ങനെ ഉറുമ്പൊക്കെ അരിക്കണത് പോലെ കുറേ ബാക്ടീരിയാസ് ഐറ്റംസ് അനൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നമുക്കിതുകൊണ്ടൊന്നും തൊടാൻ പോലും തോന്നില്ല. അപ്പോൾ നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പഠിച്ചോ നമ്മളെ കണ്ണുന്നത് മറിച്ചത്, അതിനർത്ഥം അതില്ല എന്നല്ല. അത് പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഫിംഗർ ടിപ്പിൽ പോലും ഒരുപാട് കോടാനുകോടി അണുക്കൾ ഇങ്ങനെ വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ്. അത് കാണാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നോക്കിയാൽ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. എത്ര ഡെറ്റോൾ ഇട്ടാലും അത് പോവില്ല. നമ്മൾ എത്ര ഒഴിച്ചു കഴിഞ്ഞാലും പരസ്യത്തിലൊക്കെ പറ്റും, അണുക്കൾ മുഴുവൻ നശിച്ചിരിക്കുന്നു, എന്തൊരു ക്ലീൻ എന്നൊക്കെ പറയാം. നിങ്ങൾ എത്ര വലിയ സോപ്പ് ഇട്ടാലും എത്ര വലിയ സാധനം ഇട്ടോ ഒഴിച്ച് കഴിക്കാലും അത് കുറേ അവിടെ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. കാരണം ഇതുകൊണ്ടൊന്നും കളയാൻ പറ്റാത്ത അത്രയും ഡീപ്പായിട്ടാണ് ഇത് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ജീവജാലങ്ങൾ, ഒരുപാട് എനർജികൾ ഈ വേൾഡിലുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കണ്ണൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റൂ. എങ്കിൽ അതുപോലത്തെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലെൻസ് വെച്ചിട്ട് ഞാനും നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെങ്കിൽ ഈ ശരീരം ഇങ്ങനെ തിളങ്ങണ കാണാം. ബിക്കോസ് നമ്മളെല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്നത് സ്റ്റാർ ഡസ്റ്റിൽ നിന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷംസ് തെബ്രീസി പറയുന്നുണ്ട്, ഈ നക്ഷത്രത്തെ എന്താ പറയുക പൊതിഞ്ഞു വെച്ചതുപോലെ മണ്ണുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് മനുഷ്യനുള്ളതാണ്. നക്ഷത്രം തന്നെ പ്രകാശം, നമ്മൾ പ്രകാശമാണ്. അപ്പോൾ പ്രകാശത്തെ മണ്ണിലിങ്ങനെ പൊതിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതുപോലെ ഈ ശരീരം കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുക എന്ന് പറയുന്നത്. അപ്പം ശരിക്ക് നമുക്ക് രുചിക്കണമെങ്കിൽ, നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഈ മണ്ണുകൊണ്ട് പൊതിഞ്ഞ കവർ, മിഠായിയുടെ കവർ എന്നൊക്കെ പറയില്ലേ, അതങ്ങ് ഊരണം. അത് ഊരുമ്പോഴാണ് നമ്മൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക, നമ്മുടെ ഭംഗി നമുക്ക് കാണാൻ വേണ്ടി പറ്റാന്നല്ല. ഇപ്പോൾ നമ്മൾ മൊഞ്ച് കാണിക്കാൻ വേണ്ടിയില്ലേ നല്ല ഡ്രസ്സ്, കളർ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഭയങ്കര സംഭവമായിട്ട് നടക്കുകയാണ്, ഭയങ്കര അല്ലേ ഫാഷൻ സെൻസൊക്കെ വെച്ചിട്ട്. ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഈ ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിൻ്റെ ലെവലിലുള്ള ലെൻസാണ് പഠിച്ചുകൊണ്ട് തന്നതെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സ് ഇടയിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഡ്രസ്സിലേക്കൊക്കെ നോക്കുമ്പോൾ കാണുന്നത് കുറേ ആറ്റംസ് ഒക്കെ ആയിരിക്കും. ഇതൊന്നും കാണില്ല, കുറേ ആറ്റംസ് ഇലക്ട്രോണിക് ഇങ്ങനെ കറങ്ങണ കാണാം. അപ്പോൾ ഒരാൾ നോക്കുമ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ കറങ്ങണതായിട്ട് നമുക്ക് കാണുള്ളൂ. അപ്പോൾ നമ്മളെ സൗന്ദര്യ സങ്കല്പങ്ങൾ പോലും മാറിപ്പോകുന്നുള്ളതാണ്. അപ്പം ഈ ലോകം തന്നെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ടിപ്പിലൂടെ നോക്കുമ്പം ഈ റേഞ്ചിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ. നമ്മൾ ഈ ലോകത്തെ കാണും പോലെയാണോ ഉറുമ്പ് ഈ ലോകത്തെ കാണുന്നത്, പൂച്ച ഈ ലോകത്തെ കാണുന്നത്, പൂമ്പാറ്റ ഈ ലോകത്തെ കാണുന്നത്? അപ്പം നമ്മളിങ്ങനെ പൂമ്പാറ്റിനെ കാണുമ്പോൾ നമ്മൾ പറയണത് ഹായ് പൂമ്പാറ്റ. ഓക്കെ, അതിലൂടെ ഒരു ഉറുമ്പ് പോകണമെങ്കിൽ നമ്മൾ ഉറുമ്പിനെ നോക്കിയിട്ട് അറിയാം, ഉറുമ്പ് എന്താ അല്ലേ ചെറിയ കുഞ്ഞു ഉറുമ്പ് അതിങ്ങനെ പോവാണല്ലേ. ശരിക്കും ഉറുമ്പ് നമ്മളെ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി നമ്മളെ തോട്ടൊന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ആലോചിക്കേ, നമ്മൾ ഉറുമ്പിനെ കാണുന്നു, ഉറുമ്പ് എത്ര ചെറുതാണ്, ഉറുമ്പിന് എത്ര ദൂരം താണ്ടാനുണ്ട്, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഉറുമ്പിനേക്കാളും വലുതായതുകൊണ്ടാണ്, ഉറുമ്പിനേക്കാളും എലവേറ്റഡ് അല്ല സൈറ്റ് നമുക്കുള്ളത് കൊണ്ടാണ്. ഒരു പക്ഷേ നമ്മൾ ഉറുമ്പ് എന്നോണം ഫീൽ ചെയ്യുന്നത് നമ്മളെക്കാളും ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു ക്രിയേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു സൃഷ്ടി ഉണ്ട് വിചാരിക്കുക. അതിൻ്റെ കണ്ണ് നമ്മളെ കണ്ണിനേക്കാളും ഭയങ്കര സൂമിങ് ഓപ്ഷനൊക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനത്തെ ജൈജാൻറ്റിക് ആയിട്ടുള്ള ക്രിയേഷൻസ് നമ്മളെങ്ങനെയായിരിക്കും കാണാൻ, നമ്മളൊരു ഉറുമ്പിനെ പോലെയാണെങ്കിൽ എത്ര ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പം ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു കണ്ണുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു ചിന്ത കൊണ്ട്, നമ്മുടെ കുഞ്ഞു കാഴ്ച കൊണ്ട്, നമ്മുടെ ഈ കുഞ്ഞു കേൾവി കൊണ്ട് മാത്രം തിരിച്ചറിയാനുള്ളതല്ല, അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാനാണ് ഈ പരിമിതമാക്കപ്പെട്ട ബോധത്തിൻ്റെ കാഴ്ചയുടെ കേൾവിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ധ്യാനിക്കുമ്പോഴാണ്, ചിന്തിക്കുമ്പോഴാണ് സൃഷ്ടിപ്പിൻ്റെ രഹസ്യം, പ്രപഞ്ചത്തിൻ്റെ രഹസ്യം, ജീവൻ്റെ രഹസ്യം, ജീവിതത്തിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അത് കുറച്ച്
പണിയുള്ള പരിപാടിയാണെങ്കിൽ കൂടി ആ ബോധത്തിലേക്ക് നമ്മൾ എലവേറ്റ് ചെയ്യുമ്പം ഈ ഉറുമ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ പ്രശ്നമാണോ? നിങ്ങളിങ്ങനെ പോകുമ്പോൾ 3-4 ഉറുമ്പ് തല്ലൂടാ, എന്താണ് ഒരു മണി ഇങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ എടുക്കാം അല്ലെ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അവരിങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കുക. നമുക്ക് എന്താ തോന്നുക? ഈ കുഞ്ഞു മണിക്ക് വേണ്ടിയിട്ടാണ്, ഒരു ചെറിയൊരു അരിമണിക്ക് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ തല്ലു കൂടിക്കൊണ്ടിരിക്കുന്നത്. നാണല്ലേ ഉറുമ്പേ നമ്മൾ ചോദിക്കൂലേ? ഇതേപോലെ നമ്മൾ പലപ്പോഴും അതിതർക്കത്തിനും മറ്റുള്ള വിഷയങ്ങൾക്ക് വേണ്ടി തല്ലുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഈ പ്രപഞ്ചത്തിലൊരു അണുവാണ്. അത്രയും വിശാല ബോധത്തിൽ. ഇപ്പം സിംപ്ലി പറഞ്ഞാൽ ഗബ്രിയേൽ എന്ന മാലാക, ജിബിരിൽ എന്ന മാലാകയെ പറ്റി പറയാറുണ്ട്. ഈ ജിബിരിൽ എന്ന മാലാകയുടെ ചിറക് എന്ന് പറഞ്ഞാൽ അത്രമാത്രം വിശാലമാണ്, അത്രയും ദൈർഘ്യം വരെ അത്രയും വിശാലത. അപ്പോൾ അത്രയും പരന്ന് കിടക്കുന്ന അത്രക്കും ജൈജാൻറ്റിക് ആയിട്ടുള്ള ആ ഏഞ്ചൽ, ആ മലക്ക് വെറുതെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിന് വേണ്ടി അത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഇങ്ങനെ തല്ല് കൂടുന്നു കാണുമ്പോൾ ഒരിക്കലും എന്താ തോന്നുക? അപ്പളേ പറഞ്ഞിരിക്കണ് പഠിച്ചവനോട് ഈ കുഞ്ഞ ഐറ്റംസിന് ഉണ്ടാക്കണ്ട, മൊത്തത്തിൽ സീനാണ്. അന്നേ നമ്മൾ പഠിച്ചവനോട് പറഞ്ഞു എന്തിനാ അവരുണ്ടാക്കണത്, ഇവരുണ്ടാക്കിയിട്ട് എന്തിനെ കുളം തോണ്ടാനെന്നല്ലാണ്ട്. അവർക്ക് തോന്നുന്നത് എന്താ? അവരുടെ സെൻസിൽ, അവർ പ്രകാശത്തിലാണ്, അവരുടെ സെൻസിൽ നോക്കുമ്പോൾ അവരുടെ സെൻസ് വേറെ ലെവലിൽ ഓൾറെഡി പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സെൻസിൽ നോക്കുമ്പം എൻ്റെ കുട്ടീനെ നോക്കിയില്ല, ഓരാ സ്ഥലവും കൊടുത്തില്ല, ഇവരാ പൈസ തരണില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കെന്ത് പൈസ, ഓർക്കെന്ത് കുട്ടി, ഓർക്കെന്ത് സ്ഥലം? പ്രകാശബോധത്തിൽ എന്താണ്? അപ്പോൾ നമ്മുടെ മനസ്സിനാണ് ഇതുപോലത്തെ കുറേ അറ്റാച്ച്മെൻറ്റുകൾ, കുറേ പൊസഷൻസ്, നമുക്ക് അത് ഇത് എന്നുള്ള കുറേ സാധനങ്ങൾ കിടക്കുന്നത്. ഞാൻ പറയും, നമ്മൾ പ്രകാശമാണെങ്കിൽ നമ്മളിലെ പ്രകാശം എന്ന നമ്മുടെ ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ പ്രകാശം എന്ന ഐഡൻറ്റിറ്റിയുടെ വിഷയം എന്താ നമ്മൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ ഉള്ളിലെ, നിങ്ങളുടെ ഉള്ളിലെ റാപ്പ് ചെയ്യപ്പെട്ട ആ പ്രകാശത്തിന് എന്തോ ആവശ്യമുണ്ട്. അതെന്താ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? പ്രകാശത്തിനാകെ ആവശ്യമുള്ളത് പ്രകാശമാണ്. പ്രകാശത്തിൻ്റെ ഭക്ഷണം എന്താ ചോദിച്ചാൽ എന്താണ്? പ്രകാശമാണ്. കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞാൽ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പ്രകാശത്തിൻ്റെ സ്രോതസ്സിലേക്കുള്ള വഴി വെട്ടി കിട്ടാന്നുള്ളതാണ്. അപ്പോൾ ആ വഴിയിൽ നിന്നും നമ്മൾ അകലുമ്പോൾ, ആ വഴിയിൽ നിന്നും നമുക്ക് സ്റ്റക്നെസ് ഉണ്ടാകുമ്പോൾ നമുക്കകത്തുള്ള പ്രകാശം, പ്രകാശമായ അവസ്ഥ അത് ഭയങ്കര ബുദ്ധിമുട്ടിലാകും. അപ്പോൾ അത് അതിൻ്റെ അകത്തിരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടി പലതും ചെയ്യും. അപ്പോൾ നല്ല പെയിന് നമുക്ക് വന്നുകൊണ്ടിരിക്കും, നമുക്ക് നല്ല വേദനകൾ വന്നുകൊണ്ടിരിക്കും, നമുക്ക് നല്ല പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ബിക്കോസ് ദ ലൈറ്റ് ഇൻസൈഡ് യു ഈസ് ഡിസ്റ്റർബ്ഡ്. നമുക്കുള്ളിലുള്ള പ്രകാശം ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആ പ്രകാശത്തിന് എങ്ങനെയെങ്കിലും പ്രകാശത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് വഴിവെട്ടാൻ ശ്രമിക്കുമ്പം ആ പ്രകാശത്തെ മറച്ചു വെക്കുന്ന ഇരുട്ട് എന്തൊക്കെയാണോ, നമ്മുടെ ഫോൾസ് നീഡുകൾ എന്തൊക്കെയാണോ, നമ്മുടെ ഫോൾസ് ഐഡൻറ്റിറ്റി എന്താണോ, അതിലൊക്കെ പ്രശ്നം വരാൻ വേണ്ടി തുടങ്ങും, അതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി തുടങ്ങുന്നതാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു പശുവിനെ നമുക്കെടുക്കാം. അപ്പോൾ ഈ പശുവിൻ്റെ മുകളിലെ മറ്റേ ഇതിനൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ച് പ്രാണികളുണ്ടാവും. പശുവിൻ്റെ മുകളിലേക്ക് പറ്റിപ്പിടിച്ച് കിടക്കുന്ന കുറച്ച് പ്രാണികളുണ്ടായിരിക്കും. ഒരവിടെ ഇരുന്ന് സുഖമായിട്ട് പശുവിനോട് ചേർന്ന് ഇങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പശുവിന് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പശുവിനൊന്ന് സെറ്റാൻ വേണ്ടി ഒന്ന് ഇളകുന്ന സമയത്ത് ഇവരൊക്കെ ഇളകും, അതൊക്കെ ചുറ്റിലേക്ക് ഇളകാൻ വേണ്ടി തുടങ്ങും. ലൈക്ക് വൈസ് നമ്മളുടെ ഉള്ളിൽ ആ പ്രകാശം, ആ പ്രകാശത്തിൻ്റെ സ്രോതസ്സുമായിട്ടുള്ള ബോധത്തിൽ ഇങ്ങനെ കണക്റ്റഡ് ആയി എന്ന് പറയുമ്പോൾ അത് ഓക്കെയാണ്. ആ ബോധത്തിൽ നിന്ന് കണക്ഷൻ കിട്ടാണ്ടാകുന്ന സമയത്ത് നമുക്കുള്ളിലെ പ്രകാശം ഡിസ്റ്റർബ്ഡ് ആവും. എന്തിനാണ് അപ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്യണത്? ഷെയ്ക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വീണ്ടും കണക്റ്റഡ് ആവാനാണ്. അപ്പം നോക്കിയേ, പ്രകാശത്തിന് സ്രോതസ്സിൽ നിന്നും കണക്ഷൻ മിസ്സാകുമ്പോൾ ഒരു കുലുക്കുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്രോതസ്സിലേക്ക് വീണ്ടും കണക്ട് ചെയ്ത് കൊടുക്കും. പടച്ചോനെ, തമ്പുരാനെ, എന്തെങ്കിലും എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ കണക്ഷനിലേക്ക് വരുമ്പോൾ ഓക്കെ, ഒരു ഈസിനെസ് കിട്ടി. സോ ഓൾ ദ പ്രോബ്ലംസ് പുറത്ത് വ്യത്യസ്തമാണെങ്കിലും അകത്ത് ഉള്ളോട്ട് നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നത്തെ പല രൂപേണ സമീപിക്കാം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ തലത്തെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ജീവൻ്റെ തലത്തിലൂടെ നമ്മൾ പോയി നോക്കുമ്പം, ഇതിനു മുന്നേ പ്രാണാംശവുമായി ബന്ധപ്പെട്ട് ഞാനൊരു GT ചെയ്തിരുന്നു. അതിൽ ഞാൻ പറയുന്നുണ്ട്, ഒരു വിഷയത്തെ നമുക്ക് പല തലത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു കാര്യത്തെ തന്നെ നമുക്ക് പല രീതിയിലൂടെ നോക്കാം. ഓക്കെ, നമ്മുടെ കയ്യിലൊരു വസ്തു കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മാറ്റർ, ഇതൊരു മാറ്ററാണ്, ഒരു മെറ്റീരിയൽ, ഒരു പദാർത്ഥമാണ്. അപ്പോൾ ഒരു വസ്തു നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ വേണമെങ്കിൽ നമുക്കിതിൻ്റെ നിറത്തിലൂടെ നമുക്കിതിനെ മനസ്സിലാക്കാം. ഇത് വെള്ള നിറമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിനെ വേറെ രീതിയിൽ നമ്മൾ എങ്ങനെ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഇതെന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്ത് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ ഇത് ഇന്ന മെറ്റലാണ് എന്ന രീതിയിൽ നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് കൂടാണ്ട് ഇതിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പെൻസിലിനോ എന്തെങ്കിലും പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേരിലൂടെ നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ്സിൽ നിറങ്ങളെ പറ്റിയാൽ പറഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളോട് തരാം, ഇവിടെയുള്ള വെള്ള നിറമൊക്കെ കണ്ടുപിടിക്കൂ. അപ്പോൾ നിങ്ങൾ പറയും ഇതാ വെള്ള. അപ്പോൾ നമ്മൾ വെള്ള നിറം എന്ന ബോധത്തിലാണ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പലതരത്തിലുള്ള മെറ്റലുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മെറ്റലിൽ വന്നിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ മെറ്റലിൻ്റെ രൂപയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യാം. പല പല രീതിയിൽ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇതേ പെൻസിലിനെ തന്നെ നമുക്ക് ബ്രാൻഡിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും തിരിച്ചു പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ പല ഐഡൻറ്റിറ്റികൾ പല പല രീതിയിലൂടെ നമുക്ക് നോക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പം നമ്മൾ ഏത് ആംഗിളിലൂടെയാണ് ആ പ്രശ്നത്തെ നോക്കുന്നത്? അവിടെ അതിന് പല പേരുണ്ട്. ചിലത് കുടുംബ പ്രശ്നം, ചിലത് വ്യാവസായിക അല്ലെങ്കിൽ സംരംഭകത്വ പ്രശ്നങ്ങൾ, ചിലത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ. അങ്ങനെ പല രീതിയിൽ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നോക്കും. നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, പല രീതിയിൽ അഡ്രസ്സ് ചെയ്യാം. അങ്ങനെ ആയിരക്കണക്കിന് രീതിയിൽ ഒരു കാര്യത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ പീക്കായിട്ടുള്ളൊരു അഡ്രസ്സിങ് ഉണ്ടാവില്ലേ, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു അഡ്രസ്സിങ്. അപ്പോൾ ബെസ്റ്റായിട്ടുള്ള അഡ്രസ്സിങ് എന്ന് പറയുമ്പം നമ്മൾ പറയും അതിൻ്റെ കോറ. അപ്പോൾ ഞാൻ ഈ പെൻസിൽ പറയുകയാണെങ്കിൽ ഈ പെൻസിൽ ഉണ്ടായിരിക്കുന്നത് ആറ്റങ്ങളെ കൊണ്ടാണെന്ന് പറയും, അണുക്കളെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം അതേറ്റവും പീക്കാണ്. അവിടെ നിൽക്കുന്നില്ല. അണു എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ അകത്ത് ഇലക്ട്രോണുകളെ കൊണ്ടാണ്, അതിൻ്റെ അകത്ത് ന്യൂക്ലിയസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയാം. ഇനിയും അതിൻ്റെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഊർജ്ജമാണ്. അപ്പോൾ നമ്മളറിയാം ഇത് ഊർജ്ജം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലോകത്തിലുള്ള എല്ലാത്തിനും നമ്മൾ പീക്കായി പോയി നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഊർജ്ജമാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെത്തും. ഇനിയും അതിൻ്റെ അകത്തേക്ക് പോയി നോക്കി കഴിഞ്ഞാലോ ഊർജ്ജം എന്നതിൻ്റെ ഉള്ളോട്ട് നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ വെളിച്ചം, പ്രകാശം എന്ന പോയിന്റിലെത്തും. അപ്പോൾ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഈ അപ്രോച്ചുകളിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഏറ്റവും പീക്കായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡൈമെൻഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ഡിവിനിറ്റി എന്ന് പറയുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും പ്രശ്നം സംവിധാനിച്ചവന് പരിഹാരം തരാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ എന്നാൽ പിന്നെ ആ മോഡിലൂടെ തന്നെ നമ്മളിതിനെ അപ്രോച്ച് ചെയ്യാം. ഒരു ഭാഗത്ത് നമ്മൾ ഗ്രഹിച്ചു വെച്ചിരിക്കുന്നു തരുന്നതും മാറ്റുന്നതും അവനാകുന്നു, പ്രശ്നം തരുന്നതും മാറ്റുന്നതും അവനാകുന്നു. അപ്പം തരാനും അവന് പറ്റും, മാറ്റാനും അവന് പറ്റും എന്നാണെങ്കിൽ അവൻ തന്നവൻ തന്നെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? തന്നവന് തന്നെ അത് മാറ്റി തരണമെങ്കിൽ മാറ്റാനുള്ള അവസരം അവന് കൊടുക്കണം, അല്ലേ? അടുത്ത ചോദ്യം, അവൻ എന്തിന് തന്നു? പഠിച്ചവൻ ഇങ്ങനെ എല്ലാവർക്കും പ്രശ്നം തരാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുകയാണോ? അല്ല, അവൻ എന്തുകൊണ്ട് തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിൽ നിന്നോ തെന്നിയപ്പോൾ അത് തരേണ്ടി വന്നു. അപ്പോൾ എന്തിൽ നിന്നാണോ തെന്നിയത് അതിലേക്ക് ചേർന്ന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ പ്രശ്നം എടുത്ത് മാറ്റിക്കോളും. ഇങ്ങനെയൊരു അപ്രോച്ച് ഉണ്ടല്ലോ. പക്ഷെ പലപ്പോഴും ഇത് ഡീപ്പാണ്. ഇത് നമ്മുടെ ട്രൂ ഐഡൻറ്റിറ്റിയിൽ ഇരിക്കുമ്പോൾ മാത്രം നമുക്ക് ഈ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ മാത്രം നമ്മുടെ പ്രാർത്ഥന പോലും പ്രാർത്ഥന ആവുന്നു. അതേ സമയത്ത് ഇത് ഡീപ്പായിട്ടിരിക്കുന്നതിന് ഇങ്ങനെയാണ് എന്ന് അറിയാമെങ്കിൽ കൂടി നമ്മളൊരു റിയാലിറ്റിയിലേക്ക് പ്രാക്ടിക്കലി കടക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക, അല്ല സംഭവമൊക്കെ പഠിച്ചോൻ തന്നെ ആയിരിക്കും, പക്ഷെ ഓരങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിലിപ്പോൾ വേറെ എന്താ ചെയ്യാൻ പറ്റുക, വേറെ എന്താ ഓപ്ഷനുള്ളത്? അപ്പം നമ്മൾ വീണ്ടും എന്ത് ചെയ്ത് അപ്രോച്ച് മാറ്റി. നമ്മുടെ കോമൺ സെൻസിന്, നമ്മുടെ ഫോൾസ് സെൽഫിന് ഏറ്റവും കൺവിൻസിങ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ, അത് വെള്ള കളർ പെന്നല്ലേ, അപ്പം അത് വെള്ള പെൻസിലാണല്ലോ, ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ റിയാലിറ്റി, നമ്മുടെ കോമൺ റിയാലിറ്റി ഒരു ഭാഗത്തും വേറൊരു ഭാഗത്ത് ഡിവൈൻ റിയാലിറ്റിയിലൂടെ നോക്കേണ്ടതിന് പറഞ്ഞ പേരാണ് സ്പിരിച്വാലിറ്റി. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രശ്നം മാറണേ, എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾ ആ സ്പിരിച്വൽ റിയാലിറ്റിയിലാണോ അതിനെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഈ കോമൺ റിയാലിറ്റിയിലാണോ? സോ ദ റിയാലിറ്റി ഈസ് നോട്ട് മാച്ചിങ്. പ്രാർത്ഥിക്കുന്നത് സ്പിരിച്വൽ റിയാലിറ്റിയിലാണ്, ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോമൺ റിയാലിറ്റിയിലാണ്. അപ്പം നിങ്ങളുടെ പ്രവർത്തനമാണോ പ്രാർത്ഥനയാണോ നിങ്ങൾ എന്താണെന്ന് നിശ്ചയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം അതിന് അലൈൻഡ് ആയിരിക്കും. അപ്പോൾ പ്രവർത്തനവും പ്രാർത്ഥനയും ഒന്നാവണം. അപ്പോൾ പ്രവർത്തനവും പ്രാർത്ഥനയും ഒന്നാക്കിയതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘടകം എന്താ, ഇതിനെ കണക്ട് ചെയ്യുന്ന ഘടകം അതാണ് നിങ്ങളുടെ ചിന്തകൾ. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ കറക്റ്റായിട്ട് നമുക്ക് ഈ റിയാലിറ്റിയിൽ പൊസിഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നാവും. ഇതൊന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പം പ്രാർത്ഥിക്കുന്നവനുള്ള കണ്ടീഷനാണെന്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് കഴിഞ്ഞാലോ സ്വീകരിക്കാൻ തയ്യാറായ രൂപേണ പ്രവർത്തിക്കാം. അപ്പം അതിൻ്റെ ഇടയിൽ എന്ത് വരാൻ പാടില്ല, ഒരു സെക്കൻഡ് തോട്ട് വരാൻ വേണ്ടി പാടില്ല. അപ്പം നിങ്ങൾ വെളിച്ചത്തിലേക്ക് അടുക്കുക എന്നതാണ് വെളിച്ചമായിരിക്കുന്ന തമ്പുരാൻ ആഗ്രഹിക്കുന്നത്, നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ആഗ്രഹത്തിൻ്റെ ഇടയിൽ അത് നടത്തരുതെന്ന് ചിന്തിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ.
എപ്പോഴൊരു വില്ലൻ ഉണ്ടാവുള്ളൂ, കളിക്ക് ഒരു രസം ഉണ്ടാവുള്ളൂ. അല്ലേ ഇപ്പം എന്ത് കളി, എന്താ ഇപ്പോൾ ഒരു രസമില്ല. സിനിമ തുടങ്ങി, ഐ ലവ് യു, തിരിച്ചിട്ട് ഐ ലവ് യു, നമ്മൾ ഒന്നായി, ഓക്കെ പോയി. അങ്ങനെ അല്ലല്ലോ. നമുക്കിങ്ങനെ ദൂരെ ഒന്ന് നോക്കുമ്പോൾ എനിക്ക് സ്വന്തമാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വാവ് നല്ല പൂവ്, നല്ല പൂമ്പാറ്റ, നിങ്ങൾ ഐ ലവ് യു മോഡലല്ലേ? അപ്പോൾ അല്ലൊരു കുഞ്ഞിൻ്റെ കണ്ണിൽ നിങ്ങൾ ഏതോ ഒരു ഐ ലവ് യു മോഡലല്ലേ? സാധാരണ ഈ കോമൺ റിയാലിറ്റിയിൽ നമ്മളെ ഫോൾസ് സെൽഫ് പഠിപ്പിച്ചത് പ്രകാരം മൊഞ്ചുള്ള ഒരു ചെക്കനെയോ പെണ്ണിനെ കാണുമ്പോൾ മാത്രം മനസ്സിലുണ്ടായിരുന്ന എന്തോന്ന് പ്രണയം. അങ്ങനെയല്ല, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീണ സമയം മുതലേ പൂവ് കാണുമ്പോൾ വാവ് മൊഞ്ചുള്ള പൂവ്, ഹായ് പൂമ്പാറ്റ. അപ്പോൾ നിങ്ങൾ പൂമ്പാറ്റയോടും പൂവിനോടൊക്കെ ഐ ലവ് യു ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇതെന്നെ എന്തിലേക്കോ കണക്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് കണക്റ്റഡ് ആവണം, എനിക്ക് കണക്റ്റഡ് ആണോ. അതിൻ്റെ ഇടയിലെ വില്ലന്മാർ ആരാ? ഒന്നാമത്തെ വില്ലൻ ആരാ? പാരൻസ് തന്നെ. വേറെ ആര്? മഴത്തൊന്നും നിൻ്റെ കുട്ടി പോകണ്ട എങ്ങോട്ട് വാ. അതായത് പറ്റിക്കാണ് ചില ആൾക്കാരില്ലേ, ഇല്ല വില്ലൻ ഇങ്ങനെ നിൽക്കുന്നത്, വില്ലന് ഭയങ്കര സ്നേഹം നടിച്ചിട്ട് നീ എൻ്റെ കുട്ടിയാ, ഞാൻ നിന്നെ സ്നേഹിക്കും, ഞാൻ നിന്നെ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും, കുട്ടിയുടെ ഇഷ്ടം എന്താണെന്ന് അതിലേക്ക് വിടാതെ ഇങ്ങനെ പിടിച്ചു വെക്കും. ഇതൊരു മെറ്റഫറായിട്ട് എടുത്താൽ മതി. ഇനി ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ശരി അതാണ് ഓനെ കെട്ടിച്ചേരാത്തതിൻ്റെ ഉമ്മ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഞാനിവിടെ ഒരു മെറ്റഫർ മാത്രം ഉദ്ദേശിക്കുന്നത്, ഒരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പം വില്ലന്മാരിങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, വില്ലന്മാർ എത്തിയിട്ട് ഇമോഷണലായിട്ട് ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടറിയോ, പിന്നെ കുട്ടിക്ക് പനി വരണേ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങോട്ട് വാ. അപ്പോൾ ഈ കുട്ടി എന്താ മഴത്ത് പോകണമെന്ന് പറഞ്ഞത്, ഈ മഴ കൊള്ളുന്നതിലൂടെ മഴ അതിൻ്റെ സ്രോതസ്സിലേക്ക് എന്നെ ക്ഷണിക്കുന്നുണ്ട്. ആരാണ് മഴ തരുന്നവൻ? ഞാൻ ഈ മഴ ഒന്ന് ഫീൽ ചെയ്യട്ടെ. ആ മണ്ണിങ്ങനെ എന്നെ വിളിക്കുന്നുണ്ട്, മണ്ണ് പോലെ ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നിട്ട് അറിയാം, താഴത്ത് വെച്ചാൽ അതായിരിക്കും, തലയിൽ വെച്ചാൽ ഇതായിരിക്കും എന്ന് കരുതി നോക്കി എൻ്റെ പൊന്നോമിനെയല്ലേ നീ എന്ന് പറഞ്ഞ് വില്ലൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. പക്ഷേ ആക്ച്വലി എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, ഈ കുഞ്ഞിനെ മണ്ണിലൂടെയും വെള്ളത്തിലൂടെയും ഈ പഞ്ചഭൂത അനുഭവങ്ങളിലൂടെയും അതിൻ്റെ സ്രോതസ്സിലേക്ക് കണക്ട് ചെയ്യലായിരുന്നു ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ പല രൂപത്തിൽ പല കോലത്തിൽ വില്ലന്മാരിങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളുടെ ഉള്ളിൽ തോന്നിയ ആ കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷൻ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാരൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിരിക്കുന്ന രക്ഷിതാവിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. മഴയത്ത് പോകുമ്പം മഴയത്ത് നീ പോയിക്കോ, പനി വരുന്നുള്ളതൊക്കെ സത്യമാണ്, അത് മനസ്സിലാക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മഴ നീ ആസ്വദിക്കാൻ മറക്കരുത്. മണ്ണിലൊക്കെ പോയിക്കോ, മണ്ണിൽ പോയ ചൊറി വരുന്നൊക്കെയുള്ള സംഭവമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ മണ്ണ് സംവിധാനിച്ചവൻ, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചതാണ് നീ. ഓക്കെ, നമ്മൾ മണ്ണിന്ന് വന്നാൽ മണ്ണാക്കുന്ന നമ്മൾ മണ്ണ് തൊട്ടിട്ട് നമുക്ക് അലർജി എന്ന് പറഞ്ഞാൽ അതെന്ത് പരിപാടിയാണ്? നമ്മൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് മണ്ണാങ്കട്ട നമ്മൾ പഠിച്ച്? നമ്മൾ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ശരീരമാണ്, കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയെന്നോ ഈ ശരീരം. എന്നിട്ട് ഈ ശരീരത്തിന് മണ്ണ് അലർജിയായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളും ഈ പ്രകൃതിയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിലൊരു വൈറസ് കയറിയിരിക്കുന്നു. നമ്മുടെ അകത്ത് ജലമുണ്ട്, ശരീരത്തിൽ ബഹുഭൂരിപക്ഷവും നമുക്കുള്ളിൽ എന്താണ്, ഫ്ലൂയിഡാണെന്ന് പറഞ്ഞു, ലിക്വിഡ് സ്റ്റേറ്റാന്ന് പറഞ്ഞു. അപ്പോൾ ദ്രാവകാവസ്ഥ നമ്മുടെ അകത്ത് കൂടുതലുള്ളത്. അപ്പം നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്ക് ചെറിയ അലർജി അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വെള്ളം അലർജി, മണ്ണ് അലർജി എന്നൊക്കെ പറയുമ്പോൾ അതിന് കോമൺ റിയാലിറ്റിയിൽ യെസ് വി ഹാവ് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം സ്പിരിച്വാലിറ്റി ഡിവൈൻ ലെൻസിലൂടെ നോക്കുമ്പം അതിന് വേറെ ചില ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. നിങ്ങൾ എന്തോ ഒന്നിൽ നിന്നും അകന്നിരിക്കുന്നു, നിങ്ങളാക്കുന്നതിൽ നിങ്ങൾ അകന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് പോയിട്ട് പഠിച്ചോനെ നിൻ്റെ റഹ്മത്ത് ചൊരിയണേന്ന് പറഞ്ഞു, വേറൊരു ഭാഗത്ത് മഴ പെയ്തിട്ട് ഓടിക്കയറുന്നു. ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച ഭയങ്കര ഉത്തരമാണ്. അപ്പോൾ മഴ പെയ്തോട്ടെ, ഇവിടെ എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാം. മഴ പെയ്യുന്ന സമയം നല്ല സമയമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബറക്കത്തിനെ ചൊരിയുന്ന സമയമാണല്ലോ. എന്നാലും മഴയോടൊരു ഉള്ളിലൊരു വിരക്തിയും എന്നാൽ ആ സമയത്തിനോട് ഭയങ്കര ഒരു ആർത്തിയും അത് ചേരൂല. ഇതേപോലെ കോമൺ റിയാലിറ്റിയും സ്പിരിച്വൽ റിയാലിറ്റിയും രണ്ട് എൻഡിലാണ് നിന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ എസെൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ നമ്മൾക്കുള്ളിലെ സ്പിരിച്വൽ റിയാലിറ്റിയുടെ ലെൻസിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും മാജിക്കലി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളതിന് പറഞ്ഞു വരാണ് ബെൻഡിങ് ദ റിയാലിറ്റി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പാർട്ടാണ് കോൺഷ്യസ്നെസ് സൈക്കോളജിയിലും കോൺഷ്യസ്നെസ് സ്പിരിച്വാലിറ്റിയിലൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് യു ക്യാൻ ബെൻഡ് യുവർ റിയാലിറ്റി. നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ എങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ എങ്ങനെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ കോമൺ ടിപ്പിക്കൽ റിയാലിറ്റിയുടെ തെറ്റ് നോക്കിയിരുന്നുകൊണ്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കും. എന്നാൽ അത് മാറ്റണമെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു പടി കൂടുതൽ അകത്ത് പോയിട്ട് എന്തോ ഒന്ന് മാറ്റാനുണ്ട്. എന്തോ ഒരു ലെൻസ് മാറ്റുമ്പം നിങ്ങൾ പുറത്തത് കാണുന്ന രീതിയെ മാറും. ഏതുപോലെ
ഇന്നലെ വരെ നമ്മളെ ചൊറഞ്ഞുകൊണ്ടിരുന്ന കുട്ടികൾ എന്ന അനുഭവം നാളെയും കുട്ടികൾ ചൊറിയും, മറ്റന്നാളും കുട്ടികൾ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ അകത്ത് ഈ കുട്ടി എന്നെ കാണുമ്പോൾ ഈ സമയത്ത് മാത്രം എന്നെ ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടി എന്നിൽ എന്താണ് പറയാൻ ശ്രമിക്കണേ? ഞാൻ ഹോം മാസ്റ്റർ അത് പഠിപ്പിക്കാറുണ്ട്. നമ്മൾക്ക് 4-ാമത്തെ വയസ്സിൽ ഉണ്ടായ ഏതോ ഒരു പ്രശ്നം, ആ പ്രശ്നം ഒരു പ്രശ്നമായിട്ട് നമുക്കുള്ളിൽ ഓൾറെഡി കിടക്കുന്നുണ്ടെങ്കിൽ ഇന്നേ വരെ നമ്മൾ അത് അഡ്രസ്സ് ചെയ്യാതെ പൂട്ടി വെച്ചതാണെങ്കിൽ നമ്മളെ കുട്ടിക്ക് 4 വയസ്സാകുമ്പോൾ ആ പ്രശ്നം ആ കുട്ടി ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ആ കുട്ടി നമ്മളോട് എന്താ പറയുന്നത്? നമ്മളെന്താ പറയുക, എന്ത് വർപ്പിക്കല, എന്ത് കരച്ചിലാണ്, 4-ാം വയസ്സിലെ നട്ടപ്പിരാന്താണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, കോമൺ റിയാലിറ്റി. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്തുകൊണ്ടാണ് ആ കുട്ടി നിങ്ങളോട് അങ്ങനെ കാണിക്കുന്നത്? കോമൺ റിയാലിറ്റി ഇതാണ് അതിൻ്റെ മീനിങ്. ഡെപ്തിലേക്ക് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാത്ത നിങ്ങളുടെ 4 വയസ്സിലെ അകത്ത് കിടക്കുന്ന ഒരു കുട്ടിയുടെ ഏതോ ഒരു അനുഭവം ഈ കുട്ടിക്ക് പറഞ്ഞു തരാനുണ്ട്. സോ ദാറ്റ് ഈസ് എ മെസ്സേജ്. ഇതിനല്ലേ ദൃഷ്ടാന്തം എന്ന് പറയാം, അല്ലേ? പല സോൾവ് ചെയ്യപ്പെടാത്ത കേസുകളും പ്രോബ്ലംസും സോൾവ് ചെയ്യപ്പെട്ടത് കോമൺ റിയാലിറ്റിയിൽ എന്തോ ഉണ്ടായിട്ടില്ല, ബിയോണ്ട് ദ റിയാലിറ്റി പോയിട്ടാണ്. മറ്റാൾ സണ്ണിച്ചൻ പറഞ്ഞാൽ ഇന്നേ വരെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നു. അങ്ങനെ സഞ്ചരിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഒരുപാട് പരിഹാരങ്ങൾ ഉണ്ടായത്. അതിന് നമ്മൾ ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയും. ചില സമയത്ത് പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആർക്കും കാണാത്ത എന്തോ ഒരു സാധനം, അപ്പോൾ മിക്കവാറും സയൻറ്റിസ്റ്റുകൾക്കൊക്കെ അവർ ഉള്ളിൽ നിന്ന് ഒരു സാധനം കത്താനുണ്ട്. ആ സ്പാർക്ക് എന്നാണ് പരിപാടി വരാം. അത് നമ്മുടെ ഡെപ്തും വരുന്നതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സ്പിരിച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞ ലെൻസിലൂടെ കാര്യങ്ങൾ നോക്കുമ്പോഴാണ് നമ്മുടെ അകത്തുള്ള ബോധത്തിന് അത് തെളിച്ച് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റാന്നുള്ളതാണ്. സോ ലുക്ക് എവറിത്തിങ് ത്രൂ ദാറ്റ് ലെൻസ്. ആ ലെൻസിലൂടെ നോക്കാം. ആ ലെൻസിലൂടെ നോക്കാൻ പരിശീലിക്കാനുള്ള ചെറിയൊരു അറ്റംപ്റ്റ്, ഇന്നത്തോടുകൂടി അത് നടക്കാമെന്നല്ല, ചെറിയൊരു അറ്റംപ്റ്റ് ആണ് ഇന്ന് നിങ്ങളെ കൊണ്ട് ചെയ്ത ആക്ടിവിറ്റി. എല്ലാത്തിനും ഒരു പുറത്ത് ഒരു ബാഹ്യ യാഥാർത്ഥ്യമുണ്ട്, ഒരു ഭൗതിക യാഥാർത്ഥ്യം. അതുപോലെ തന്നെ അതിനകത്തൊരു ആന്തരിക യാഥാർത്ഥ്യമുണ്ട്, അതേപോലെ തന്നെ അതിഭൗതിക യാഥാർത്ഥ്യമുണ്ട്. 3 യാഥാർത്ഥ്യങ്ങൾ ഒരുപാടുണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഒന്ന് ഭൗതിക യാഥാർത്ഥ്യം, ഫിസിക്കൽ റിയാലിറ്റി. മറ്റൊന്ന് നോൺ ഫിസിക്കൽ റിയാലിറ്റി, അഭൗതികം, വേണമെങ്കിൽ ആന്തരികം എന്ന് പറയാം. മറ്റൊന്ന് മെറ്റാഫിസിക്കൽ, അതിഭൗതികം. ഈ മെറ്റാഫിസിക്കൽ റിയാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഫിസിക്കൽ റിയാലിറ്റി മാറ്റാൻ പറ്റുക. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ആ എക്സ്പീരിയൻസ് അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ ഇപ്പോഴത്തെ അതേ ബോധത്തിലൂടെ തന്നെ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് ഒരു പടിയെങ്കിലും മാറണമെങ്കിൽ നിങ്ങളകത്ത് മാറിയ കണ്ണോട് കൂടിയിട്ട് ഇപ്പോഴത്തെ സെയിം കുട്ടിയെ നോക്കാൻ പറ്റണം. നിങ്ങൾ മാറാത്തൊരു കണ്ണോടുകൂടി നോക്കിക്കൊണ്ടിരുന്ന കുട്ടി വരൽ എന്താ പറയുക, ഞാൻ എത്ര മാറാൻ നോക്കിയിട്ട് എന്നെ കൊണ്ടാവണില്ല, 2-3 അറ്റംപ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ പഴയ കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താ, കുട്ടി മാറാൻ തീരുമാനിച്ചുറപ്പിച്ച് തുടങ്ങിയിട്ട് പോലും നമ്മളകത്ത് എന്തോ ഉറച്ചിരിക്കുകയാണ്, ഓ മാറിയിട്ടില്ല. നമ്മളെ കണ്ണിൽ ഇപ്പോഴും പഴയതാ, അവൻ പുതിയതായി ശ്രമിക്കുന്നുണ്ട്. അപ്പം ആരാണ് കണ്ണ് വെച്ചവനെ മാറാൻ സമ്മതിക്കാത്തത്? നമ്മളല്ലേ കണ്ണട്ട ഏറ്റവും കൂടുതൽ കണ്ണ് തട്ടിയത് നമ്മളെ കുട്ടിയൊക്കെ. നമ്മളുള്ളിലൊരു കണ്ണുണ്ട്, ഒരു ലെൻസ് ഉണ്ട്. അതിലൂടെ നമ്മളിങ്ങനെ ആ കുട്ടി വെറുതെ ഇരിക്കുമ്പോൾ പോലെ ആലോചിക്കുക, എന്താക്കെ ഉണ്ടായിരിക്കും, ഇന്ന് എന്ത് പണിയായിരിക്കും ഒപ്പിക്കേണ്ടത്, എന്ത് തലവേദന ആയിരിക്കും ഉണ്ടാക്കാൻ പോണത്, എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലെ കണ്ണിൽ നമ്മൾ ആ കുട്ടിയെ എങ്ങനെ ആക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ എന്താണോ പിക്ക് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ട്രെയിൻ ചെയ്യാൻ നമ്മുടെ മൈൻഡിനോട്, ഓൻ എന്ത് ചെയ്താലും അവൻ്റെ പ്രശ്നങ്ങൾ എന്നെ എനിക്കൊന്ന് കാണിച്ചു തരണേ. ട്രെയിനിങ് അവർ ഇൻറ്റേർണൽ റിയാലിറ്റി റിപ്പീറ്റീവ് തോട്ട്സിലൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ചിലർക്ക് ചില കൺഫേമിറ്റി ഉണ്ട്, അതെന്തായാലും അങ്ങനെ ഉണ്ടാവുള്ളൂ, ഓൻ്റെ കഥ അതങ്ങനെ ഉണ്ടാവുള്ളൂ. ഇത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഓൻ നന്നാവണം എന്ന് കരുതി നമ്മുടെ മുന്നിൽ വന്നു നിന്നാൽ പോലും നേരെ പൊളിയും. അപ്പോൾ ഓനിക്ക് തന്നെ ഒരു ഇതായിരിക്കും, ഇപ്രാവശ്യം ഞാൻ എന്തായാലും റെഡി ആവണമെന്ന് വിചാരിച്ചാൽ കയ്യിൽ നിന്ന് പോയി. അത് അവൻ്റെ പ്രശ്നം ആയിക്കോണമെന്നില്ല. ചില സമയത്ത് നമ്മൾ നമ്മുടെ ചുറ്റിൽ എന്ത് അനുഭവിക്കണം എന്ന് ആരാ തീരുമാനിക്കുന്നത്? നമ്മളാണ്. അപ്പോൾ നിങ്ങളുടെ കെട്ടിയോൾ കുട്ടിയോൾ ഒക്കെ മാറണമെങ്കിൽ ഞാൻ വെറുതെ പുറത്തെ യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്ക് അകത്തെ യാഥാർത്ഥ്യത്തിൽ അതെന്താ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? പലപ്പോഴും ക്ഷമ പഠിപ്പിക്കാനുള്ള അനുഭവങ്ങളെ ക്ഷമ പരീക്ഷിക്കുന്ന അനുഭവങ്ങളായിട്ട് നമ്മൾ കാണാറുള്ളത്. നിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്, അതിൽ നീ അക്ഷമനാണ്, അതിൽ നീ ക്ഷമ പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. ആ ക്ഷമ പരിശീലിക്കാനായിട്ട് ടെസ്റ്റുകൾ വേണം. ആ ടെസ്റ്റുകൾ പല ആൾക്കാർക്കും കൊണ്ടുതരുമ്പം അത് പരീക്ഷണമായിട്ട് കാണുമ്പം പരിശീലനത്തിൽ നമ്മൾ തോറ്റു. നിങ്ങൾക്ക് റോഡിലൂടെ നന്നായിട്ട് സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോകണമെങ്കിൽ വണ്ടി പഠിക്കണമല്ലോ. അപ്പോൾ പരിശീലകൻ വന്നിരിക്കുമ്പോൾ നിങ്ങൾ കാറ് കയറിയിട്ട് ഇങ്ങനെ ഓടിക്കുമ്പോൾ പറയാം, ഇതെന്ത് പരീക്ഷണമാണ്, അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് ഗിയർ ഡൗട്ടിനാക്കി നിങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കണത്? കാരണം ഈ സാധനം ഇത് പരീക്ഷണമായിട്ടാണ് നിനക്ക് തോന്നുന്നത്. ഈ അടുത്ത കാലത്ത് നിനക്ക് വണ്ടി നന്നായിട്ട് ഓടിക്കാൻ പറ്റില്ല, നീ അത് പരിശീലനമായിട്ട് എടുത്തു കഴിഞ്ഞാലോ ഗോഡ് ദാറ്റ് ആൽക്കെമി, അപ്പം നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ചില സമയത്ത് ഉപ്പയെ കൈകാര്യം ചെയ്യാൻ ഉമ്മയായിരിക്കും നല്ലത്.
കാരണം മക്കൾക്ക് ആ പരിശീലനം സിദ്ധിക്കാത്തത് കൊണ്ട് അത് ഉമ്മ റെഡി ആയിക്കോളും. അപ്പോൾ ഉപ്പനോട് പോയിട്ട് നേരിട്ട് ചോദിച്ചിട്ട് കാര്യം കൺവിൻസ് ചെയ്യാൻ അറിയില്ല. അപ്പം എന്ത് ചെയ്യും, ടൂറുണ്ട് പറയണേ, ഇനിയിപ്പോൾ പറയണ്ട, അത് സെറ്റാ റൈറ്റ് ടൈം ആകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഉപ്പൻ ഇത്രയും കാലം സഹിച്ചതിൻ്റെ അമ്മ? ഉമ്മ പരീക്ഷണത്തിനപ്പുറത്തേക്ക് എന്ത് സിദ്ധിച്ചിരിക്കുന്നു? പരിശീലനം സിദ്ധിച്ചിരിക്കുന്നു. സോ ഷീ നോസ് ഹൗ ടു മേക്ക് ഇറ്റ് കാം. അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും ആ ഓരോ ഇടങ്ങൾ. അപ്പോൾ ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളിലെ ബെറ്റർ വേർഷൻ. അപ്പോൾ ഇത്രക്കും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരാളെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ആ വ്യക്തിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? അഡ്മിറേഷൻ. ഹൗ ഹീ ഈസ് ഡൂയിങ് ദാറ്റ്, ഹൗ ഷീ ഈസ് ഡൂയിങ് ദാറ്റ്. അതെങ്ങനെ അവർക്ക് പറ്റുന്നത്? കാരണം നമ്മൾക്ക് കേൾക്കുമ്പോൾ ട്രിഗർ ആകുന്ന കാര്യങ്ങളിൽ ട്രിഗർ ആകാതിരിക്കാൻ ആ ട്രിഗറുകളെ അവർ പരിവർത്തനം ചെയ്ത് കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ വിഷയം. എന്നോട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇവിടെ വന്നിട്ട് ചില ആൾക്കാരെ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇതിനെ കേൾക്കുമ്പോൾ ഇത് എങ്ങനെയാ ഇത്രയും നേരം കേട്ടിരിക്കാൻ പറ്റണത്? ബിക്കോസ് നമ്മളത് കേട്ട് അത് ക്ഷമയോടുകൂടി പ്രോസസ്സ് ചെയ്ത് സെറ്റാക്കി ട്രാൻസ്ഫോം ചെയ്യുന്നതിൽ വി ഹാവ് ഗോട്ട് ട്രെയിൻഡ്. അപ്പോൾ വി ഫീൽ ഈസ് അബൌട്ട് ഇറ്റ്, വി ഫീൽ കാം അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ്. ഒരാൾ എല്ലാവർക്കും ഉള്ള വലിയൊരു പ്രശ്നമാണ്, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഒരു പറഞ്ഞ 2 വാക്കുള്ളിൽ കയറുമ്പോഴത്തേക്ക് അതിന് തിരിച്ചു പറയാൻ ആലോചിക്കായിരിക്കും, ഇതിന് ഞാനിപ്പോൾ എന്ത് പറയും. അപ്പോൾ അവരെ പൂർണ്ണമായിട്ടും കേൾക്കുന്നില്ല. ഇത് നമ്മളിലെ പൂർണ്ണമായിട്ടും കേൾക്കാൻ പാകപ്പെടാത്ത സെൽഫിനെയാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് രണ്ടാൾക്ക് തോന്നുന്നത് രണ്ടാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായില്ല. കോൺവെർസേഷൻ ഭയങ്കര കോൺഫ്ലിക്റ്റിലായിരിക്കും. പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റില്ല. ഒരാൾ അയാളുടെ വേദനകളോ അയാളുടെ പ്രയാസങ്ങളോ ട്രിഗറുകളോ ഒരു പാർട്ട്ണറോടോ അല്ലെങ്കിൽ പാരൻസിനോടോ ടീച്ചറിനോടൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരിത് ഷെയർ ചെയ്യുമ്പോൾ അവർ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? ഞാനിത് മുഴുവനൊന്ന് പറഞ്ഞു തീർക്കാന്നുള്ള. അവർക്ക് അതിന് ചിലപ്പം ഒരു റിപ്ലൈ പോലും വേണ്ടി വരില്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോഴേക്കും നമ്മളെങ്ങനെ കേൾക്കാം, ഇവർ ഈ പറഞ്ഞതിൽ എന്നെ എവിടെ കുറ്റപ്പെടുത്തുന്നുണ്ടോ, എന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കൂല. അപ്പോൾ എങ്ങനെ ഒരു പരിധി വരെ കേൾക്കും. ഓരങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് സങ്കടം, ഓരങ്ങനെ പറഞ്ഞില്ല, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവർ ഭയങ്കര ഇതായിരുന്നു, ഫ്രണ്ട്സും അങ്ങനെ, എനിക്ക് എൻ്റെ പെയിന് മനസ്സിലാവുന്നുണ്ട് മോളെ, അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഉമ്മ എന്നാ അങ്ങനെ പറഞ്ഞില്ല, അത് തീരെ ശരിയായില്ല കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞു നീ പറഞ്ഞു? അവിടെ പോയി. ദാറ്റ് മീൻസ് ദാറ്റ് റിഫ്ലെക്ട്സ് മറ്റുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ നമ്മളോട് പങ്കുവെക്കാൻ നമുക്ക് ആ ആംഗിളോട് എടുക്കാൻ പറ്റില്ല. എന്നിലേക്ക് വിരൽ ചൂണ്ടുമ്പോഴേക്ക് ആകെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് ട്രെയിൻഡ്. നമ്മളിലേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോഴേക്ക് ഡിസ്റ്റർബ്ഡ് ആയി പോകുന്ന, നമ്മളെ സേഫാക്കാൻ ശ്രമിക്കുന്ന, നമ്മളെ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സെൽഫ് നമ്മുടെ ഉള്ളിലുണ്ട്. ദാറ്റ് ഈസ് എ മെസ്സേജ്. അപ്പോൾ അത് തിരുത്തുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ മാറുമ്പോഴേക്ക് കുട്ടികൾ പറയും, ബാക്കിയുള്ളവർ പറയും, ഇപ്പം അടിപൊളിയായിട്ടോ, എന്താ ഒന്നും ആക്കിയില്ല, ആകെ ചെയ്തെന്താ? അവർക്ക് ഫീൽ ചെയ്യാണ്, അവരെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മളുടെ ഉള്ളിൽ ഈ പറഞ്ഞ ഇൻഫീരിയോറിറ്റി മുതൽ നമ്മളെ സേഫ് ആക്കാന്നുള്ള തുടങ്ങിയിട്ട് എല്ലാ സാധനവും ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ എവിടെ പോയിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? ഇവിടെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുമോ? ചിലപ്പോൾ ചിലർ തമാശയിലൊക്കെ പറഞ്ഞ കാര്യമായിരിക്കും, നമ്മുടെ ഉള്ളിൽ എങ്ങനെയായിരിക്കും റിഫ്ലക്ട് ചെയ്യുക? ഓരെന്താ അങ്ങനെ പറഞ്ഞു, അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞു? നമ്മുടെ ഉള്ളിൽ നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞു? ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ല, അതങ്ങനെ പറയുമ്പോൾ പറഞ്ഞു പോയതാ. അല്ല, എന്തോ ഉണ്ടല്ലോ. അത് അവരുടെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നമാണോ? പക്ഷെ നമ്മളുടെ പ്രശ്നമാണ്, നമ്മൾക്കകത്തുള്ള പ്രോസസ്സിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കി, ബ്ലാക്ക് ലിസ്റ്റിൽ. അവിടേക്ക് ഞാനേ പോവില്ല, ഇവിടെ പോയാലേ പോയി ഇങ്ങനെ. അങ്ങനെ അറിയാൻ നമുക്ക് ലോകത്തെ എവിടെയും പോകാൻ പറ്റില്ല. ഇനി ഒരാൾ നമ്മളെ ബോധപൂർവം കുറ്റപ്പെടുത്താൻ നിൽക്കട്ടെ, അവർ ബോധപൂർവം കുറ്റപ്പെടുത്തുമ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്നതിൽ ഓക്കെ എന്ന ഫീലിങ്ങിൽ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുകയാണെങ്കിൽ ആ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആൾ കുറച്ച് കഴിയുമ്പോൾ ഷിഫ്റ്റ് ആവും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി പിന്നെ ഇത് ഉണ്ട് കേട്ടോ പറയാം, അവരിങ്ങനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നും. അതെപ്പോഴാ? നമ്മളിലേക്ക് വിരൽ ചൂണ്ടുന്നത് നമ്മൾ ഓക്കെ ആണ്, നിങ്ങൾ ചൂണ്ടിക്കോളും എന്നുള്ള ഓപ്പൺനെസ്സിൽ നമ്മളായി കഴിഞ്ഞാൽ, യു ലേൺഡ് ദാറ്റ്. നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്. അപ്പം നിങ്ങൾ പറയും, ലോകത്തുള്ള എല്ലാവരും നന്നാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ലോകത്തുള്ള എല്ലാവരും നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതും പറ്റൂല. ലോകത്തുള്ള എല്ലാവരെയും കൺവിൻസ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതും പറ്റൂല. പക്ഷെ നമ്മളിൽ കൺവിൻസ്ഡ് ആണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഒരുപാട് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റും, നമ്മൾ പോലും അറിയാതെ. അതാണ് നാച്ചുറലി എന്ന് പറയുന്നത്. ഈ ഇക്വേഷനാണ് നമ്മുടെ ഉള്ളിൽ ജന്മന നമ്മുടെ ഡീപ്പ് കോറിൽ വെച്ചിരിക്കുന്നത്. സോ റൂട്ട് കോസ് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് വിഷയം നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കുന്നോ അതിൻ്റെ അകത്ത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു മെസ്സേജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതാണ് ലുക്ക് വിത്തിൻ. ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ഇതെന്താണ് എന്നെ പറ്റി പറഞ്ഞു തരുന്നത് ഒന്ന് ചോദിച്ചാൽ മതി.
ഇപ്പം നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, ഇതെന്താ ഇങ്ങനെ എന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് മാറ്റിയിട്ട് ഇത് എന്താണ് എന്നെക്കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരുന്നത്, എന്നിലെ ഏത് വേർഷനെയാണ് എനിക്കിത് റിവീൽ ചെയ്യുന്നത്, ആ വേർഷൻ മനസ്സിലാക്കിയിട്ട് അതിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാതെ നമ്മൾ നിൽക്കും തോറും ആ വിഷയം അങ്ങനെ അവിടെ കെട്ടിക്കിടക്കും. അത്രയും കാലം അതവിടെ അങ്ങനെ തന്നെ എന്ത് ചെയ്യും, കെട്ടിക്കിടക്കുന്നില്ല. ഞാൻ എൻ്റെ സ്റ്റോറി പറഞ്ഞത് കുറച്ച് മുന്നേ നമ്മൾ ആനിവേഴ്സറി ചീട്ടിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക പ്രയാസം വന്ന സമയത്ത് എനിക്ക് കാരണങ്ങളായിട്ട് പറയാൻ ആ ക്ലാസ്സിന് അങ്ങനെ ആവണില്ല, പെയ്ഡ് ക്ലാസ്സുകൾ നടക്കുന്നില്ല, ഇങ്ങനെ പലതും പറയാനുണ്ടായിരുന്നു, കോമൺ റിയാലിറ്റി. പക്ഷെ ഞാൻ പഠിച്ച പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് നമ്മളെ തിയറി വെച്ച് ഞാൻ നോക്കിയത് എന്താണ്, പ്രധാനമായിട്ട് നോക്കിയത് ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നിലേക്ക് വന്നതിലൂടെ ഇത് എന്നിലെ ഏത് വേർഷനാണ് കാണിച്ചു തരാൻ നോക്കുന്നത്. അത് ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ പല ഇടങ്ങളിലായിട്ട് ഞാൻ കണ്ട് മനസ്സിലാക്കിയ അനുഭവിച്ച സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഞാൻ ഉള്ളിലുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞെരുക്കം അനുഭവിക്കുക എന്ന സമ്പത്ത് എന്ന് പറയുമ്പോൾ ഞെരുക്കം എന്ന് പറയുന്ന ഒരു സെൽഫ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ആ ഇക്വേഷൻ മാറ്റിയാൽ ഇത് മാറുള്ളൂ തിരിച്ചറിഞ്ഞപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സാഹചര്യത്തെ മാറ്റുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ഉള്ളിലെ സാഹചര്യം അതിനനുസരിച്ച് മാറ്റാൻ പരിശ്രമിച്ചു. ആ ആന്തരിക സാഹചര്യം മാറ്റിയപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് സുഖമായിട്ട് ഒഴുകുന്നത് ഞാൻ കണ്ടു. ഇതെനിക്ക് ആരും കുറ്റപ്പെടുത്താൻ പറ്റൂല, ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. കുറ്റപ്പെടുത്തൽ വളരെ ഈസിയാണ്, പക്ഷെ അതല്ല, അത് ഏറ്റെടുത്തിട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ഉള്ളിലോട്ട് പോയിട്ട് നമ്മൾ തിരുത്തേണ്ടത് തിരുത്തുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റാന്നുള്ളതാണ്. ക്ലിയർ ആയില്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അവിടെയാണ് ആദമിൻ്റെയും അതുപോലെ തന്നെ പിശാചിൻ്റെയും ഇബിലീസിൻ്റെയും 2 ഡയമെൻഷൻ നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദൈവികമായ ഉന്നതിയിൽ നിന്നുകൊണ്ട് ഭൂമിയിൽ എല്ലായിടത്തും ദൈവത്തിന് വേണ്ടി സുജൂദ് ചെയ്തു, പഠിച്ചവന് വേണ്ടി സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞ ഇബിലീസിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞപ്പോൾ ചെറിയൊരു രീതിയിൽ മൂപ്പര് എന്ത് ചിന്തിച്ചു, ഞാൻ ഇത്രയും ചെയ്ത ആളല്ലേ, ഞാൻ നിനക്ക് ഒക്കെ ചെയ്യും, പക്ഷേ ഇത് ആക്ടിവിറ്റി ഞാൻ ചെയ്യൂല, ഐ കെൻ നോട്ട് ബോ ഡൗൺ, ഒരു ക്രിയേഷന് മുന്നിൽ ഞാൻ ബോ ഡൗൺ ചെയ്യൂല എന്നൊരു തോട്ട് പറഞ്ഞു. അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് കാലാകാലത്തേക്ക് അങ്ങനെ ആരായിട്ട് മാറി, പിശാചായിട്ട് അല്ലെങ്കിൽ ഇബിലീസായിട്ട് മാറി. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ലീനിയേജ് പോകുന്ന, നമ്മുടെ കണക്ഷൻ പോകുന്ന, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന ആദമിലേക്ക് നമ്മളെത്തുമ്പോൾ, ആദം നബിയിലേക്ക് എത്തുമ്പം ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്തപ്പം അത് ആ ചെയ്ത് കഴിയുമ്പോൾ എന്താ ചെയ്തത്, അത് പരിപൂർണമായിട്ട് ഏറ്റു പറഞ്ഞു. വേറൊരു കുറ്റവും പറഞ്ഞില്ല. നേരെ കുറ്റം ആരെ പറയായിരുന്നു, അത് ഇബിലീസ് പറഞ്ഞ ഓൻ വന്ന് നമ്മളിങ്ങനെ തോട്ടിങ്ങനെ ആക്കി ഓൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു പോയതാ. ഇല്ല, ആരെ തലയിലേക്ക് കുട്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ കെട്ടിയോള് നിർബന്ധിച്ചപ്പോൾ ഞാൻ ചെയ്തു പോയതാ, അവിടെയും അത് കൊണ്ടിട്ടില്ല. വേണമെങ്കിൽ ഒരു ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നു, ഒക്കെ ഈ പ്ലാൻ ആക്കിയല്ലേ, എനിക്കില്ല റോളൊന്നും ഇല്ലല്ലോ, ഒക്കെ നിൻ്റെ പ്ലാനിലുള്ളതല്ലേ, എന്നിട്ട് എൻ്റെ തലയിൽ ഇടാണോ, അതും ചോദിച്ചില്ല. സോ ദർ ഈസ് എ സീക്രട്ട് ഇൻ ദാറ്റ്. അതൊന്നും ചോദിക്കാതെ വളരെ സിമ്പിളായിട്ട് റബ്ബന ലൊലംന അംഫുസന, അക്രമം കാണിച്ചിരിക്കുന്നു, ഏറ്റു പറയുന്നു, ക്ഷമിച്ചു തരണം. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എൻ്റെ അകത്ത് എന്തോ ഒരു കാര്യം, അത് ഞാൻ എന്താണെന്നറിയില്ല, ആ എക്സ്ഫാക്റ്റിലേക്ക് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് കിട്ടുന്ന ഒരു ഈസിനെസ് ഉണ്ട്. അപ്പോഴാണ് അവിടെ സൊല്യൂഷൻ വന്നുകൊണ്ടിരിക്കണേ. ഇതേപോലെ ദർ ഇസ് എ മാജിക്. പലപ്പോഴും മാജിക്, മിറാക്കിൾ എന്ന് പറഞ്ഞ സംഭവങ്ങൾ, ബെൻഡിങ് ദ റിയാലിറ്റി, എപ്പോഴും ഒരു മാജിക്കൽ പ്രോസസ്സാണ്. പക്ഷെ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള കാരണം നമുക്ക് ഈ കോമൺ റിയാലിറ്റി ഇത് മാറി ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇൻ കൺക്ലൂഷൻ നമുക്കിന്ന് എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ എപ്പോഴത്തെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ മാറ്റം ഉണ്ടാവാൻ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വർക്ക് ചെയ്യുക എന്ന് പറയുമല്ലോ. എന്നാൽ ശരിക്കും യാഥാർത്ഥ്യ ബോധത്തിലാണോ നമ്മൾ ശരിക്കും വർക്ക് ചെയ്യണം, നിങ്ങൾ ചോദിക്കും. യാഥാർത്ഥ്യബോധത്തോടുകൂടി നിങ്ങൾ യാഥാർത്ഥ്യബോധത്തിലാണോ വ്യർത്ഥബോധത്തിലാണോ? ഇല്യൂഷനെയാണ് നിങ്ങൾ യാഥാർത്ഥ്യമായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇല്യൂഷനി വേൾഡിലാണ്. കാരണം ഞാനും നിങ്ങളും നമ്മുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഇത് മാഞ്ഞു, ഇപ്പം ഇങ്ങനെ നിൽക്കും. കുറച്ച് എന്ന് പറഞ്ഞൊരു സാധനം പോയി അല്ലേ, മണ്ണിലേക്കൊക്കെ വെക്കുമ്പോൾ ഇല്ലാണ്ടായി പോയി. അപ്പം അതെവിടെ? കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ കണ്ടൊരു സാധനം പിന്നെ കാണാനില്ല, എന്തോ ആയിപ്പോയി, അലിഞ്ഞു പോയി. അത് ഇല്യൂഷനാണ്. എന്നാൽ തീരാതെ അലിയാതെ ഇരിക്കുന്ന ഒരു സാധനം, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് നമ്മുടെ സോളാണ്. ഇത് അലിഞ്ഞു പോവുക, തേഞ്ഞു പോവുക, ഇല്ലാണ്ടായി പോവുക, അങ്ങനെ ഇല്ല, നശിക്കാത്തതായിട്ടിരിക്കുന്നതാണത്. അത് നമുക്ക് കാണാനും പറ്റുന്നില്ല. അപ്പോൾ ഇതേപോലെ തന്നെ യാഥാർത്ഥ്യബോധം എന്ന് പറയുമ്പം നമ്മൾ ഈ കണ്ണുകൊണ്ടും ഈ കുഞ്ഞു ചിന്ത കൊണ്ടും മനസ്സിലാക്കുന്നതിന് അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോഴാണ് ശരിക്കുള്ള ട്രൂ ആയിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ട്രൂത്ത് ഓറിയൻറ്റഡ് യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. അത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴേ വരാം. അതിന് എന്ത് ചെയ്യണം? മനുഷ്യന് തന്നിരിക്കുന്ന ഒരു ടെസ്റ്റുമാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അവനവനിലേക്ക് നോക്കുക, അവനവനെ ഓഡിറ്റ് ചെയ്യുക. ഇനി ഇന്നത്തെ ഈ ആക്ടിവിറ്റി ബേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ ദിവസം ഉറങ്ങുമ്പോഴും ഓരോ ദിവസം ഉണരുമ്പോഴും പരാതികളില്ലാതെ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പറ്റണം.
മറ്റുള്ളവരോടുള്ള പരാതിയൊക്കെ തീർത്തിട്ട് ഉറങ്ങാന്ന് പറയില്ല, ഫോർഗീനെസ് ഒക്കെ കൊടുത്തിട്ട് എല്ലാ കടമകളും തീർത്തിട്ട് ഉറങ്ങാന്ന് പറയുമ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ കാരണം കൊണ്ടാണ് ഇത് ഉണ്ടായതെങ്കിൽ കൂടി ഓരൊക്കെ ഞാൻ ഫ്രീ ആക്കിയിട്ട് ഇത് ഞാൻ എന്നിലേക്ക് എന്ത് തിരുത്താനുണ്ട് അതിലേക്ക് ഞാൻ തുറന്നിരിക്കുകയാണ് തമ്പുരാനെ എന്ന ബോധത്തോടുകൂടി ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരിക്കൽ പൊരുത്തപ്പെട്ട് കൊടുത്തു നടന്നത് പൂർണ്ണമാണ്. അല്ലാണ്ട് ഒരങ്ങനെ ചെയ്തതൊക്കെ ശരി, പക്ഷെ മോശമായിപ്പോയി, തൽക്കാലം ഞാൻ ഒരു ഫ്രീ ആക്കാണ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഫ്രീ ആക്കിയില്ല. അങ്ങനത്തെ അനുഭവങ്ങൾ ഇനിയും വരും. കാരണം നിങ്ങളിപ്പോഴും നിങ്ങളിലേക്ക് നോക്കിയിട്ടില്ല, അതുവരെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ക്ഷമിച്ചു കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അത് ഏതുവരെ ആവർത്തിക്കും? ഒരു പ്രശ്നം, ഒരേ സ്വഭാവത്തിലുള്ള പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഏതുവരെ എന്ന് വെച്ചാൽ ആ പ്രശ്നം നിങ്ങളിലെ വേർഷൻ എന്താ പറയുന്നത് നിങ്ങൾ തിരിച്ചറിയുന്നത് വരെ അത് ആവർത്തിക്കും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വരില്ല. ട്രസ്റ്റ് മീ, ബിലീവ് മീ, അത് വരില്ല. നമ്മളിൽ നിന്നും കാണേണ്ട എന്തോന്ന് കാണാതെ പുറത്ത് കുറേ കാരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ മെഡിക്കൽ ബ്രേക്ക് ത്രൂസ് ഒക്കെ കാണില്ല, കുറേ ആൾക്കാരുടെ മെഡിക്കൽ കേസസ് കണ്ടില്ല. ഇവിടെ ഞാനൊരു മെഡിക്കൽ ക്ലിനിക്കൽ ലെവൽ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നതിലൂടെ നമ്മളിലെ നെക്സ്റ്റ് വേർഷനിലേക്ക് നമ്മൾ പോവാതെ കെട്ടിക്കിടക്കായിരിക്കും. അപ്പോൾ നമുക്ക് ആ മോക്ഷം കൊടുക്കുന്നില്ല അകത്തുനിന്നും, അത് കൊടുക്കാതെ കൊണ്ട് പുറത്ത് സാധനങ്ങൾ തന്നെ കെട്ടിക്കിടക്കായിരിക്കും. അപ്പോൾ ഔട്ടർ വേൾഡ് റിഫ്ലെക്ട്സ് യുവർ ഇന്നേർണൽ വേൾഡ്. പുറത്തെ ലോകം മുഴുവനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാനുള്ള, നിങ്ങളെ തന്നെ അറിയാനുള്ള, നിങ്ങളിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലാനുള്ള വിളിയാണെന്ന് മനസ്സിലാക്കുക. ഉദിച്ചുയരുന്ന സൂര്യൻ നിങ്ങളോട് എന്താ പറയുന്നത്? പ്രഭാതം നിങ്ങളോട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓരോ പ്രഭാതവും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, നിൻ്റെ അകത്തും ഇതേപോലെ പ്രകാശമുണ്ട്, നിൻ്റെ അകത്തും പ്രഭാതമുണ്ട്, നിൻ്റെ അകത്തും ഉണർവുണ്ട്, നിൻ്റെ അകത്തും വിശാലതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓരോ രാവും നിന്നോട് പറഞ്ഞതാണ് ഇതേപോലെ തന്നെ നിൻ്റെ അകത്ത് ഇരുളാർന്ന നിമിഷങ്ങളുണ്ട്, നിൻ്റെ അകത്ത് ഇരുട്ടുമുണ്ട്. അത് രണ്ടും നിൻ്റെ അകത്ത് തന്നെയുണ്ട്. അത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇതിനെ ബാലൻസ് ചെയ്യാൻ നീ മറന്നേക്കരുതേ. എന്തിനാണ് ആ രാവ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് റിലാക്സ് ചെയ്യാനാണ്. എന്തിനാണ് ആ പകൽ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നീ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കർമ്മവും റിലാക്സേഷനും ഒരുമിച്ച് സംഭവിപ്പിച്ചേക്കണം എന്നുള്ള പാഠമാണ് പ്രകൃതി നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അത് നമ്മുടെ അകത്തും കറക്റ്റ് സംഭവിക്കുന്നുണ്ട് മനസ്സിലാക്കുക. അതിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഭാര്യ, മക്കൾ തുടങ്ങിയിട്ട് എല്ലാം, നിങ്ങളുടെ സമ്പാദ്യം തുടങ്ങിയിട്ട്, വീട് തുടങ്ങിയിട്ട്, വാഹനം തുടങ്ങിയിട്ട് എല്ലാം നിങ്ങളെ കാണിച്ചു തരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മുറി എന്താ നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ കിടന്നുറങ്ങുന്ന മുറി പറയുന്നത് നിൻ്റെ അകത്തെ ലോകം ഇങ്ങനെയാണ് കേട്ടോന്നാ. ഫുള്ള് ഷാറ്റേഡ് ആണെങ്കിൽ, ക്ലട്ടേഡ് ആണെങ്കിൽ നീ ഇങ്ങനെയാണ് കേട്ടോന്ന് അറിയിച്ചതല്ലേ. ഒരാളെ മുറി കയറിയാൽ നമുക്കറിയില്ല ഓരോ മാനസികാവസ്ഥ എന്താന്ന്. അറിയിക്കാതെ പോകണം. അറിയിച്ചു പോയി കഴിഞ്ഞാൽ മറ്റേ പ്രൈവറ്റ് സെൽഫ് എന്നുള്ള നല്ല പിള്ള ചമയലുണ്ടാക്കി, അപ്പോൾ വീടൊക്കെ സെറ്റാക്കി ഗസ്റ്റ് വരുന്നുണ്ട് ഒക്കെ റെഡിയാക്കി ഇങ്ങനെ ആയിരിക്കും, നല്ല റാഹത്തുള്ള വീട് കേട്ടോ. അങ്ങനെയല്ല, നമ്മുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കും. ഇവരൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിൽ കയറി പോരുന്നവർ, ഒരു കുഴപ്പമില്ല. അവിടെ നമ്മൾ റിവീൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇടപെടുന്ന ഓരോന്നും, നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണം പോലും നിങ്ങൾ എന്താണെന്ന് വിളിച്ചു പറയുന്നില്ലേ? നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി നിങ്ങളുടെ മനസ്സിൻ്റെ രുചിയല്ലേ പറയുന്നത്? നിങ്ങൾ എത്രത്തോളം രുചികരമാണെന്നല്ലേ പറയുന്നത്? നിങ്ങൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ നോക്കുന്ന ആൾക്ക് അതൊന്നും എന്ത് ഫീൽ ചെയ്യുന്നു? അതിലിട്ട് നിങ്ങൾ എത്ര ആസ്വദിച്ചാണ് ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇന്നലെ ഈവനിങ് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്, മുബു ഇങ്ങനെ ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ, ബിൻഷ, കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഈവനിങ്. അപ്പോൾ ബിൻഷ ഇങ്ങനെ പറയാം, മുബു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്യണത് നോക്കിയിരിക്കാൻ തന്നെ എന്ത് രസമാണ്. ദാറ്റ് മീൻസ് വർക്ക് എടുക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേഗം തീർത്ത് പോകുന്ന പരിപാടിയല്ലേ. എന്നാൽ അത് ആസ്വദിച്ച് ചെയ്യാത്തുമ്പോൾ അവരുടെ ഉള്ളിൽ എത്രത്തോളം ഈ വർക്കിനോട് അവർ ഡെഡിക്കേറ്റഡ് ആണ്. അത് അവരിവിടെ ഈവൻ ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ, ഇവിടെ വിരിക്കുമ്പോഴും, ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ആസ്വാദനം നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ആസ്വദിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ബിക്കോസ് യു സ്റ്റാർട്ട് എൻജോയിങ് വാട്ട് യു ഡു. അത് കാണുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് സമയമായതുകൊണ്ട് തൽക്കാലം മൈൻഡപ്പ് ചെയ്യാണ്. എന്നും ഒരു സെൽഫ് ഓഡിറ്റിംഗ് സംഭവിക്കട്ടെ. എന്ത് വിഷയങ്ങൾ വരുമ്പോഴും കോമൺ റിയാലിറ്റി നിന്ന് ഓടിപ്പോകാനൊന്നും പറ്റില്ല. കോമൺ റിയാലിറ്റിയിൽ വർക്ക് ചെയ്യണം. പക്ഷെ അതിൽ നിൽക്കുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് എന്നോട് എന്താ പറയണത്, എന്നിലെ ഏത് വേർഷനെയാണ് ഇത് കാണിച്ചു തരുന്നതെന്ന് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എന്തോ ഒന്ന് അറിയൽ പഠിച്ചവൻ അതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നിങ്ങളും പഠിച്ചവനും തമ്മിലുള്ള രഹസ്യ സംഭാഷണമാണ്. നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നതാണ്. അത് വേറെ ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല. എനിക്ക് പോലും പറ്റില്ല. എനിക്കിപ്പോൾ ഇത്രയും നേരം എന്താ ചെയ്യാൻ പറ്റിയത്? നിങ്ങളോട് നിങ്ങളുടെ തമ്പുരാൻ അതിലൂടെയൊക്കെ എന്താണോ പറയാൻ ശ്രമിക്കുന്നത് അത് നിങ്ങളെക്കൊണ്ട് തന്നെ നോക്കിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ. എന്താണെന്ന് എനിക്കറിയോ? അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്, എൻ്റെ മനസ്സിൽ ഞാൻ വെച്ചത് അതെന്നെ ഗൈഡ് പറഞ്ഞു, അതെന്താന്ന് പോലും എനിക്കറിയില്ല. ബട്ട് ഐ ക്യാൻ ഓൺലി ഡു വൺ തിങ്. നിങ്ങൾക്കും നിങ്ങളുടെ ആ ക്രിയേറ്ററും തമ്മിലുള്ള കണക്ഷനിലേക്ക്, ആ കമ്മ്യൂണിക്കേഷൻ ചാനൽ കണക്ട് ചെയ്ത് തരാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു അവയർനെസ് ഉറയ്ക്കണം. ജസ്റ്റ് കേട്ടുപോലല്ല, ഇത് ഉറയ്ക്കണം. സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ GT ചെയ്ത് പോകുന്നവർക്ക് അത് ഉറയ്ക്കാറുണ്ട്. അത് ഉറയ്ക്കുമ്പോൾ ഫസ്റ്റ് തൊട്ട് കോമൺ റിയാലിറ്റി അല്ല, ഇൻറ്റേർണൽ റിയാലിറ്റി. ഇൻറ്റേർണൽ റിയാലിറ്റി സെറ്റ് ആക്കിയിട്ട് കോമൺ റിയാലിറ്റി പോകുമ്പോൾ മാജിക്കലി ഇങ്ങനെ മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക്
ആസ് യൂഷ്വൽ ഒരു 10 to 15 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ടേക്ക് അവേസ്, അതുപോലെ തന്നെ കഴിഞ്ഞ ജീട്ടുകളിലൂടെ നിങ്ങൾക്ക് ആർക്കിക്കലൊക്കെ ഉണ്ടായിട്ടുള്ള ബ്രേക്ക് ത്രൂസ് എക്സ്പീരിയൻസ്, മാജിക്കൽ എക്സ്പീരിയൻസ്, അച്ചീവ്മെൻറ്റുകളൊക്കെ ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീക്കിൽ നമുക്ക് Q&A ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നതുകൊണ്ട് കുറച്ച് നേരം നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് Q&A പാർട്ടിലും പോയിട്ട് വിൽ ബി വൈൻഡിങ് അപ്പ്. ആൻഡ് ഓൾസോ ഇത് 280 എത്തി. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇപ്പോൾ ഈ ഓൺലൈനിൽ 400 ആൾക്കാരുണ്ട്. നമ്മളെ GT 300 ഗ്രാൻഡ് ആവണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ കുറേ ആൾക്കാർ ഓൺലൈനിൽ ഇരുന്നില്ലേ, അപ്പോൾ ഒരു 50 GT ഒക്കെ കഴിയുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ഒന്നിച്ചിരുത്താൻ കുറച്ചുകൂടി പവർ ആയിരിക്കില്ല. ഇവിടെ ഇങ്ങനെ ആഴ്ചക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്. അത് നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഗ്രാൻഡ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കൊരു 19 ആഴ്ച കൂടി കഴിഞ്ഞാൽ GT 300 December 27 വരുന്നത്. ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാൻ പറ്റിയ ഒരു ഗ്രാൻഡ് ഇവൻ്റ് ആയിട്ട് മോർണിംഗ് ടു ഈവനിങ് മെഡിറ്റേഷനും സെഷൻസും Q&Aസും ഹീലിങ്സും അലൈനിങ്ങും റിഫ്ലക്ഷൻസും എല്ലാം കൂടി ചേർന്നുള്ള ഒരു കളർഫുൾ പരിപാടിയാക്കി മാറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞു GT 300 സക്സസ് ആക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കില്ല. ഞാൻ ആ ഉത്തരവാദിത്വം നിങ്ങളുടെ തലയിലേക്ക് വെച്ചവരാണ്. നിങ്ങളാണ് GT 300 ഗ്രാൻഡ് ആക്കേണ്ടത്. അത് ഗ്രാൻഡ് ആയാലും ഇല്ലെങ്കിലും ഞാൻ ക്ലാസ് എടുക്കും, ഞാൻ സംസാരിക്കും, ഇവിടെ മെഡിറ്റേഷൻ കൊടുക്കും, ഒക്കെ നടക്കും. അത് എത്ര ലാർജ് സ്കെയിലിൽ എത്ര ഗ്രാൻഡ് അവിടെ തീരുമാനിക്കേണ്ടത് ഈ GT നിങ്ങളിൽ എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങളുടെ തീരുമാനത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുള്ളവർക്ക്, പുറത്തുള്ളവർക്ക്, ഫ്രണ്ട്സുകൾ ആരൊക്കെ കൊണ്ടുവരാൻ പറ്റും അവരൊക്കെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഒരു കാര്യം ഞാൻ വീണ്ടും പറഞ്ഞു, ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ക്ലാസ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പുതിയ വയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ റിഫ്ലക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ തന്നെ നമ്മളിലേക്ക് മാറിയിരുന്ന് കാണുകയാണ്. നമുക്കത് കഴിയൂല. പലപ്പോഴും നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മളായിട്ട് അതിൽ മുങ്ങിയിട്ടാണ് കാണാം. ഞാനെന്താ ഇങ്ങനെ, എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, ഇതെല്ലാം നിൽക്കുക. ഇപ്പോൾ കുറച്ച് സമയത്തൊക്കെ നമ്മളെങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ നോക്കുമ്പം, നമ്മൾ ഡിസസോസിയേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ റിപ്പയർ ചെയ്യാൻ പറ്റുക. അത് ഡിവൈൻ അവയർനെസ്സും ക്ലാരിറ്റിയും ഡീപ്പ് അവയർനെസ്സും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുക. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി മെറ്റാ കോഗ്നിറ്റീവ് ലെവൽ എന്ന് പറയുമ്പോൾ. എനിവേസ് താങ്ക് യു സോ മച്ച്.